ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ എസ് എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ പാർട്ട് 4 ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു സെക്ഷൻ തൊട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും വർക്ക് ചെയ്യുക. ഏകദേശം ഒരു 75ഓളം ക്വസ്റ്റ്യൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാംസ് വരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ എക്സാംസും നമ്മൾ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. നമ്മൾ റെയിൽവേ കാണും, അതായത് എസ് എസ് സിയുടെ എക്സാംസ് കാണും, അതുപോലെ തന്നെ IB അങ്ങനെയുള്ള എക്സാംസ് എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് തീംസ് ആൻഡ് ഡേയ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. SSCയുടെ പെർസ്പെക്റ്റീവില് ചില എക്സാംസിന് വളരെയധികം ഇമ്പോർട്ടൻസും ചില എക്സാംസിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞതുമാണ് ആ ഒരു ടോപ്പിക്ക്. എന്നാലും എല്ലാവർക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും അത് നിങ്ങളുടെ മുമ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരെയും ഞാൻ ഒന്നും കൂടി സ്വാഗതം ചെയ്യുന്നു. എക്സൽ SSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്വിസ്, അതായത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ തുടങ്ങുന്നത് എന്താണ്, നമ്മുടെ CGL, അതായത് CGL CHS തുടങ്ങിയ എക്സാംസിന് 2024 മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും 25 ആദ്യ വാരത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 23, 24, 22, 19, 18 കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇതിൽ ഇട്ടിട്ടില്ല. കാരണം നമ്മൾ അത് ക്വസ്റ്റ്യൻ കോൾ ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഷോർട്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പൊ അത് കാണുക. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോംസ് ഓഫ് ദി 19th century ഇന്ത്യ വാസ് ദ ഓതർ ഓഫ് സ്ത്രീ പുരുഷ തുലന? നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഓതർ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് ഓഫ് ദി 19th century ഇന്ത്യ വാസ് ദ ഓതർ ഓഫ് സ്ത്രീ പുരുഷ തുലന? നമുക്ക് ചോദിച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്താണ്? സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന പുസ്തകം. അതാണ് നമ്മുടെ പുസ്തകം. ചോദ്യം ഇതാണ്. ഓക്കെ, ഇത് 19ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ഇതിന്റെ ഓഥർ ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 എക്സാംസിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CGLന് 2 ഷിഫ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ഒരു ഷിഫ്റ്റേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. MTSനും വന്നിട്ടുണ്ട്, CGLനും വന്നിട്ടുണ്ട്. അതേ വർഷം തന്നിട്ടുള്ള ഒരു എക്സാംസ് ആണ്. നോക്കൂ, 9ാം മാസത്തിൽ നടന്ന CGLനും 10ാം മാസത്തിൽ നടന്ന MTSനും അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചതാണ്. ഇനിയും ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ A താരാഭായ് ഷിൻഡെ, ഓപ്ഷൻ B സ്വർണകുമാരി ദേവി, ഓപ്ഷൻ C പണ്ഡിത രമാഭായ്, ഓപ്ഷൻ D ഉഷ മെഹ്ത്ത. ഇതിൽ ആരാണ്, ഈ പറയുന്ന സ്ത്രീകളിൽ ആരാണ് ഈ ഒരു സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓഥർ? ഇതാണ് പുസ്തകം. നോക്കൂ, നമുക്ക് ആരാണ് ഓഥർ എന്ന് അറിയണ്ടേ? ആരായിരിക്കും നമ്മുടെ ഓഥർ? പറയൂ, അറിയാവുന്നവര് പറയൂ. നോക്കൂ, ദ താരാഭായ് ഷിൻഡെ എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? സ്ത്രീ പുരുഷ തുലന, അല്ലെ? സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്, അല്ലെങ്കിൽ ഓഥർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്നത് ആരാണ് എഴുതിയിരിക്കുന്നത്? താരാഭായ് ഷിൻഡെ എഴുതിയ പുസ്തകമാണ്. ആരാണ്? താരാഭായ് ഷിൻഡെ എഴുതിയ പുസ്തകമാണ് സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്നത്, അല്ലെ? സ്ത്രീ പുരുഷ തുലന, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ നീതി കിട്ടണം എന്നുള്ള ഒരു ഫെമിനിസം, അതായത് വോയിസ് ഓഫ് എ വുമൺ, അത് ആദ്യമായിട്ട് ഒരു പ്രതിനിധീകരിച്ച ഒരു ഇന്ത്യൻ റൈറ്റിംഗും കൂടെയാണ് ഇതെന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്നത് ഒരു ഫെമിനിസം വോയിസ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, അതായത് നമ്മുടെ സ്ത്രീകൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന താരാഭായ് ഷിൻഡെയുടെ പുസ്തകം. ഇതിൽ നിങ്ങൾ കോഡൊന്നും പഠിക്കണ്ട, നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? താരാഭായ് ഷിൻഡെ. അടുത്ത പുസ്തകത്തിലേക്ക് പോവാലോ. നോക്കൂ, who is the author of the book From Plaza to Partition and After a History of Modern India എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് എഴുതിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് CGLന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, 25th 9th 2024 ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ചോദിച്ചതാണ്. അപ്പൊ ഓപ്ഷനിലേക്ക് നമ്മൾ പോവാം. റോമില താപ്പർ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ B ഡേവിഡ് ഹാർഡിമാൻ, ഓപ്ഷൻ C ശേഖർ ബാന്ധ്യോപാധ്യായ്, ഓപ്ഷൻ D സുമിത് സർക്കാർ. ഇതിൽ ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്? ഫ്രം പ്ലാസി ടു പാർട്ടിഷൻ ആൻഡ് ആഫ്റ്റർ എ മോഡേൺ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ നിങ്ങൾക്ക് പറയാൻ പറ്റും മക്കളെ? നമ്മുടെ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? ശേഖർ ബാന്ധ്യോപാധ്യായ ആണ്.
ശേഖറാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഫ്രം പ്ലാസി ടു പാർട്ടിഷൻ ആൻഡ് ആഫ്റ്റർ, അതായത് പ്ലാസിയിൽ നിന്നും പാർട്ടിഷനിലേക്ക്, പിന്നെ ആഫ്റ്റർ എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, പിന്നെ എങ്ങനെയാണ് ഒരു മോഡേൺ ഇന്ത്യയുടെ ഹിസ്റ്ററി, അത് ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ശേഖർ ബാന്ധ്യോപാധ്യായാണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിക്കുക. അപ്പൊ നമുക്ക് എന്റെ ഒരു ചോദ്യം, ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം ഏതാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം ഏതാണ്? വിത്ത് ഡേറ്റ് നിങ്ങൾ പറയേണ്ടി വരും. അപ്പൊ ഞാൻ തന്നെ പറയാം എന്താണ്. ഇപ്പൊ നമ്മൾ തമ്മിൽ ലൈവ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ആക്റ്റീവ് അല്ല. സോ ഞാൻ തന്നെയാണ് ഇതിന്റെ ആൻസറും എല്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നത്. നിങ്ങൾ കൂടെ പറയാൻ നോക്കുക, അറിയാവുന്നവര് അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തവര് നന്നായിട്ട് വ്യക്തമായിട്ട് കേൾക്കുക. 1757 എന്ത് ചെയ്യുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ഏത് വർഷം അല്ലെങ്കിൽ ഏത് ദിവസം? ജൂൺ 23. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണ്. നമ്മുടെ SSCക്ക് അങ്ങനെ വിത്ത് ഡേറ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല, പൊതുവെ കുറവാണ് അങ്ങനെ. പക്ഷെ വിത്ത് ഡേറ്റ് ചോദിക്കുന്ന ഒരു എക്സാം ഉണ്ട്, PSC എക്സാംസ് വിത്ത് ഡേറ്റ് തന്നെ ചോദിക്കും. ഓക്കെ, ചിലപ്പം മാച്ച് ദ ഫോളോയിങ് ഒക്കെ തന്നിട്ട് തെറ്റിച്ചും തരും, ഇൻകറക്ട്ലി ഓപ്ഷൻ ആയിട്ടൊക്കെ തരും. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ആരൊക്കെ തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് എന്ന് ചോദിച്ചാൽ, ബംഗാളിലെ നവാബായിരുന്ന, എവിടെ എന്റെ കർസർ കാണാനില്ല, അദ്ദേഹം പോയോ? ഇല്ല. അപ്പം സിറാജ്, ബംഗാളിന്റെ നവാബായിരുന്ന വ്യക്തി സിറാജ് ഉദ് ദൗള, അതുപോലെ തന്നെ വേഴ്സസ് ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നേതാവ് ആരാണ്? റോബർട്ട് ക്ലൈവും തമ്മിലാണ് എന്ത് നടന്നത്? ബ്രിട്ടീഷുകാര് തമ്മിൽ നടന്ന, അതായത് സിറാജ് ദൗളയും റോബർട്ട് ക്ലൈവും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് ഭരിക്കാനായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഒരു എൻട്രി പാസ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഫൗണ്ടിങ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ സിറാജ് ദൗളെ അദ്ദേഹത്തിന്റെ തന്നെ കമാൻഡർ ആയിരുന്ന മിർ ജാഫറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്തു? ഇവര് കളിച്ചതാണ്. അങ്ങനെ അദ്ദേഹം ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു സേനാ നായകനായിരുന്ന മിർ ജാഫർ എന്ത് ചെയ്തു? സിറാജ് ഉദ് ദൗളയെ എന്ത് ചെയ്തു? ഇംഗ്ലീഷുകാരുടെ കൂടെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ വഞ്ചിക്കുകയും, അതിൽ അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഈ ഇദ്ദേഹത്തിന്റെ സൈന്യത്തിനെ കൂടെ ആരുടെ പക്ഷത്താക്കി? ഇംഗ്ലീഷുകാരുടെ പക്ഷത്താക്കി. ഇതിനു വേണ്ടിയിട്ടായിരിക്കും, നവാബാകാന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയാണ് സിറാജ് ഉദ് ദൗള എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുന്നത്. ഈ ഒരു വാറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഒരു ട്രേഡിംഗ് കമ്പനി ആയിട്ടുള്ള ഇന്ത്യയിലേക്ക് വന്ന അവരെന്തായി മാറി? ഒരു അഡ്മിനിസ്ട്രേഷൻ പോളിസിയിലേക്ക് കടക്കാനായിട്ട് കാരണക്കാരനായ ഒരു യുദ്ധം കൂടെയാണ് എന്തെന്ന് പറയുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയാം. അപ്പം 1757 ഇത് നടന്നത്. ജൂൺ 23 ആരൊക്കെ തമ്മിൽ എന്ന് ചോദിച്ചാൽ ഇത് മിക്ക കുട്ടികൾക്കും അറിയാം, എന്നാലും പറയുന്നു. സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഫ്രം പ്ലാസി ടു പാർട്ടിഷൻ ആൻഡ് ആഫ്റ്റർ എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ശേഖർ ബാന്ധ്യോപാധ്യായാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സുമിത് സർക്കാരിന്റെ പുസ്തകം ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? സുമിത് സർക്കാരിന്റെ പുസ്തകം, അതായത് അദ്ദേഹം മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്താണ് മോഡേൺ ഇന്ത്യ? മോഡേൺ ഇന്ത്യ ആരെ എഴുതിയതാ? ഇത് സുമിത് സർക്കാർ എഴുതിയ പുസ്തകമാണ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സുമിത് സർക്കാർ ആണ്. അതുപോലെ തന്നെ റൈറ്റിംഗ് സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പോയിന്റ്. ഇത് സെക്കൻഡ് പോയിന്റ്. റൈറ്റിംഗ് ഞാനൊരു റൈറ്റിംഗ് പാഡ് വാങ്ങാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. സോഷ്യൽ, അതുവരെ നിങ്ങൾ എന്നെ ഇങ്ങനെ സഹിക്കുക. ഓക്കെ, സോഷ്യൽ ഹിസ്റ്ററി. ഓക്കെ, അപ്പം സുമിത് സർക്കാർ എഴുതിയ പുസ്തകമാണ് മോഡേൺ ഇന്ത്യയും റൈറ്റിംഗ് സോഷ്യൽ ഹിസ്റ്ററി. ഇനി ഒരുപാടുണ്ട്. ദ സ്വദേശി മൂവ്മെന്റ് ഇൻ ബംഗാൾ 1903 to 1908 എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് നിങ്ങൾ കേട്ടാൽ മതി.
ഓക്കെ, നമുക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ പോകണം. നമുക്ക് ഇനി ഒരുപാട് ക്ലാസ് ഉണ്ട്, ഒരുപാട് നമുക്ക് പെൻഡിങ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കൂ, ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ഈ കാണുന്നത്. നോക്കൂ, ആരാണ്? താജുൽ മാസിർ ആണ് ഫസ്റ്റ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നിങ്ങൾ അതുകൊണ്ടാണ് ഒരാളുടെ പുസ്തകം തന്നെ ഒരുപാട് തവണ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്, അല്ലാതെ ചുമ്മാതെയല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഹസൻ, അതായത് നമ്മുടെ താജുൽ മാസിർ എന്ന് പറയുന്ന പുസ്തകം, താജുൽ ഓപ്ഷൻ എ താജുൽ മാസിർ, ഇതിൽ ഏത് ആളാണ് എഴുതിയിരിക്കുന്നത്? യാഹിയ ബിൻ അഹമ്മദ് ആണോ? അതുപോലെ തന്നെ ഹസൻ നിസാമി ആണോ? സിയാവുദ്ദീൻ ബറൂണി ആണോ? അതോ അമീർ ഖുസ്രു ആണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ ഇതർ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഈ നമ്മുടെ ബുക്സ് ഉണ്ട്, അതായത് ബുക്സ് ഉണ്ട്, ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ഓഥേഴ്സ് ഉണ്ട്. ഇതില് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. ഇതും CGL വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ താജുൽ മാസിർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ് മക്കളെ? ഹസൻ നിസാമിയാണ്. ഹസൻ നിസാമി എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്, താജുൽ മാസിർ. ഇദ്ദേഹം കുത്ബുദ്ദീൻ ഐബക്ക് ഉണ്ടല്ലോ, നമ്മുടെ സ്ലീവ് ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ മാംലുക്ക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, ഡൽഹി സൽത്തനേറ്റിന്റെ ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ സ്ലീവ് ഡൈനാസ്റ്റിയാണ്. സ്ലീവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള കുത്ബുദ്ദീൻ ഐബക്കിന്റെ പോയിറ്റുമാണ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിയനുമായിരുന്ന വ്യക്തിയാണ് ആര്? ഹസൻ നിസാമി. താജുൽ മാസിർ നിസാമി, മാസി നിസാമി എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു കോഡ് ഇട്ട് പഠിക്കുക. അപ്പം താജുൽ മാസിർ ആയിരുന്ന നിസാമി, എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ താജുൽ മാസിർ എഴുതിയതാരാണ്? ഹസൻ നിസാമിയാണ്. ഓക്കെ, അത് അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡൽഹി സൽത്തനേറ്റിനെ കുറിച്ച് ആദ്യത്തെ ഒരു ഹിസ്റ്ററി ബുക്ക്, അതായത് ഫസ്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ബുക്കാണ് താജുൽ മാസിർ എന്ന് പറയാം. അപ്പം ഇത് എഴുതിയത് ഓക്കെ ആയി. ഇനി അടുത്ത് ഖസൈൻ ഉൽ ഫത്താഹ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഖസൈൻ ഉൽ ഫത്താഹ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് നമ്മുടെ അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു, ഇന്ത്യയുടെ തത്ത എന്നൊക്കെ വിളിക്കുന്ന വ്യക്തിയാണ് ആര്? അമീർ ഖുസ്രു എന്ന് പറയുന്നത്. ഖസൽ സ്റ്റൈലൊക്കെ ഉണ്ടാക്കിയ അദ്ദേഹമാണ്. സിത്താർ തബലാവാദിയൊക്കെ ആണ് അദ്ദേഹം. തുഗ്ലക് നാമ എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ഒരു ആളാണ് ആര്? നമ്മുടെ അമീർ ഖുസ്രു എന്ന് പറയും. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഖസൈൻ ഉൽ ഫത്താഹ്. ഓക്കെ, അടുത്ത ആരാണ് എഴുതാൻ പോകുന്നത്? നമ്മുടെ താരിഖ് ഇ ഫിറോസ് ഷാഹി എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ സിയാവുദ്ദീൻ ബറൂണി എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്, താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് മക്കളെ? നമ്മുടെ സിയാവുദ്ദീൻ ബറൂണി എഴുതിയതാണ്. അതുപോലെ തന്നെ താരിഖ് ഇ മുബാറക് ഷാഹി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്, എന്റെ കർസർ എവിടെ പോണു? യാഹിയ ബിൻ അഹമ്മദ് സ്രിഹിമിഡി. ഓക്കെ, യാഹിയ ബിൻ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് താരിഖ് ഇ മുബാറക് ഷാഹി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് മക്കളെ? യാഹിയ ബിൻ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ എഴുതുന്നത്? ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇതില് പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ നിങ്ങൾ സമയം കളയാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഓപ്ഷൻ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ താജുൽ മാസിർ എന്ന് പറയുന്ന അതായത് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓപ്ഷനിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഓപ്ഷനിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. നോക്കൂ, താജുൽ മാസിർ എഴുതിയത് ഹസൻ നിസാമി ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനിലാണ് ഹസൻ നിസാമി കിടക്കുന്നത്. നമ്മുടെ ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കൂ, എക്ക് മാച്ച് ആവുന്നതിൽ രണ്ടാം ഓപ്ഷൻ ഉള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യാം? ബാക്കിയുള്ളതിനെ നോക്കണോ? വെറുതെ വേണ്ട. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്? രണ്ടെണ്ണം തന്നില്ലെങ്കിൽ നിങ്ങൾ വലിച്ചു, കാരണം കമ്പാരിസൺ ചെയ്ത് വലിച്ചു. പക്ഷെ ഒറ്റ ഇത് അങ്ങനെ തരുള്ളൂ ക്വസ്റ്റ്യൻ. കാരണം 1 മണിക്കൂറുള്ള എക്സാം ആണ്, നിങ്ങളുടെ സമയം പാഴാക്കണം എന്നൊരു ഉദ്ദേശം അവർക്ക് കാണും. പക്ഷെ പരമാവധി അവർ അതിൽ എന്തെങ്കിലുമൊക്കെ ഇളവും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് എന്നാലും നമുക്ക് പഴയതൊക്കെ, അതായത് നമുക്ക് പഠിക്കാനുള്ള GKയിൽ മാറ്റം വരുത്താൻ ഒരു എക്സാം കണ്ടക്ടിങ് അതോറിറ്റിക്കും പറ്റത്തില്ല, അല്ലെ? അപ്പൊ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിക്കും പറ്റത്തില്ല നമ്മൾ പഠിച്ച അറിവുകളെ മാറ്റാൻ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ ക്വസ്റ്റ്യൻ ഒക്കെ മാറ്റി തരുമായിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ചത് തന്നെ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമയം ലാഭിക്കാം. ഓക്കെ, താജുൽ മാസിർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എളുപ്പമായിട്ട് നിങ്ങൾക്ക് എക്സാമിലോട്ട് അടുത്ത ഇതിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കൂ, ഹു ഹാസ് റിട്ടൺ ദ ബുക്ക് സംഗീത് ബാൽ പുരസ്കാർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇപ്പൊ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. CHSLനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സംഗീത് ബാൽ പുരസ്കാർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? അതും CGLന് ചോദിച്ചിരിക്കുന്ന പുസ്തകമാണ്. സംഗീത ബാല പുരസ്കാരം
അല്ലെ? അപ്പൊ നോക്കൂ, ഓപ്ഷൻ എയിൽ പണ്ഡിറ്റ് നാരായൺ റാവു, ഓപ്ഷൻ ബി ജിഷ്ണു ദിഗംബർ പാലുസ്കർ, ഓപ്ഷൻ സി വിഷ്ണു നാരായൺ ഭാട്കണ്ഠെ, ഓപ്ഷൻ ഡി ഭീംസെൻ ജോഷി. ഇതിൽ ആരാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും മക്കളെ? നിങ്ങൾ ആരുടെ പേരാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആരുടെ പേര് പറയും? എനിക്ക് ആൻസറിലോട്ട് കടക്കാനായിട്ട് സമയമായി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സംഗീത് ബാൽ പുരസ്കാരം എന്ന് പറയുന്ന പുസ്തകം നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വിഷ്ണു ദിഗംബർ പാലുസ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ഒരു ഹിന്ദുസ്ഥാൻ മ്യൂസീഷ്യൻ ആണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സംഗീത ബാൽ പുരസ്കാർ എന്ന് പറയുന്നത്. ഇതിൽ 2 വിഷ്ണു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആകരുതേ. വിഷ്ണു ദിഗംബർ പാലൂസ്കർ. അപ്പൊ പാല് കൊടുക്കുന്നത് നിങ്ങൾ കൂടുതൽ മാർക്കായിരിക്കും മക്കളെ. നമ്മുടെ ബാലന്മാർക്കല്ലേ നമ്മൾ പാല് കൊടുക്കാറ്, അല്ലെ? അതിന് വേറെ നെഗറ്റീവ് സെൻസ് ഒന്നും ആലോചിക്കരുത്. കുട്ടികൾക്കല്ലേ നമ്മൾ കൂടുതലും പാല് കൊടുക്കുന്നത്, അല്ലെ? കുഞ്ഞുങ്ങൾ കരച്ചുകൊണ്ട് കിടക്കുമ്പോൾ പാലെന്ന് ഉദ്ദേശിച്ചത് കുപ്പിപ്പാലോ എന്തെങ്കിലും ആയിക്കോട്ടെ, പാല് കൊടുക്കുന്നത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കണക്ട് ആവണം. സംഗീത ബാൽ പുരസ്കാരം. നമ്മൾ ഒരു സംഗീതവും പാടിക്കൊടുക്കും, അല്ലെ? സാധാരണ അമ്മമാര് താരാട്ട് പാട്ട് പാടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉറക്കുന്നത്. പാല് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? അമ്മമാര് ചെറിയ താരാട്ട് പാട്ട് ഇടും. അപ്പൊ എന്താണ് സംഗീത ബാൽ പ്രകാശ് എന്ന് പറയുന്ന ഇത് എഴുതിയത് ആരാണ്? വിഷ്ണു ദിഗംബർ പാലുസ്കർ ആണ്. വിഷ്ണു ദിഗംബർ പാലുസ്കർ. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു കോഡ് പറയാൻ കാരണം, നമ്മുടെ വിഷ്ണു നാരായൺ ഭാട്കന്റെ തൊട്ട് ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിഷ്ണു ദിഗംബർ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ നോക്ക് ഔട്ട് ആകും. അതുകൊണ്ട് അവിടെ ഒരു കോഡ് പറഞ്ഞതാണ്. വിഷ്ണു ദിഗംബർ പാലുസ്കർ ആകുമ്പോൾ നമ്മൾ പാല് കൊടുക്കുന്നത് ആർക്കാണ്? ബാലന്മാർക്കാണ്. ആ ബാലന്മാർക്ക് നമ്മൾ എന്ത് പാടിക്കൊടുക്കും? സംഗീതം പാടിക്കൊടുക്കും. വാവോ 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 എന്നൊക്കെ പാടിക്കൊടുക്കില്ലേ? അതുകൊണ്ടാണ്. ഇദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആണെന്ന് പറഞ്ഞു. ഈ മ്യൂസീഷ്യന്മാരുടെ, അതായത് നമ്മുടെ ഇന്ത്യക്ക് നമ്മുടെ ഓരോ മ്യൂസീഷ്യൻ സ്റ്റൈൽസ്, അവർ ഓറിജിനേറ്റ് ചെയ്യുന്ന രീതി, അവർ ഉണ്ടാക്കുന്ന ടീച്ചിങ്സ്, അതായത് അതിനെ നമ്മൾ ഘരാനകൾ എന്ന് പറയും. അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഒരു ഒരു അതായത് ഇപ്പൊ നമ്മൾ ഒരു പാട്ട് രൂപീകരിക്കുകയാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള രാഗവും താളവും ലയവും ഒക്കെ കാണും. അങ്ങനെ ഫോം ചെയ്യുന്ന, അതായത് ഒരു ലീനേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മൾ ഘരാനകൾ എന്ന് വിളിക്കുക. എന്താണ് വിളിക്കുക? നമ്മൾ ഇതെല്ലാം പഠിക്കുക. ഘരാന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു SSC സ്റ്റാറ്റിക് ജികെയുടെ ടോപ്പിക് ആണ് ഘരാന. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ ഗ്വാളിയർ ഘരാനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ആര്? ഗ്വാളിയർ എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? മധ്യപ്രദേശിലാണ്. ഗ്വാളിയർ ഘരാനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ വിഷ്ണു ദിഗംബർ പാലുസ്കർ എന്ന് പറയുന്നത്. വിഷ്ണു ദിഗംബർ പാലുസ്കർ ഏത് ഘരാനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്വാളിയർ. ഈ ഗ്വാളിയർ ഘരാനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഘരാന, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഘരാന എന്ന് ചോദിച്ചാൽ ഗ്വാളിയർ ആണ്. എന്നാൽ ഏറ്റവും പുതിയത് എന്ന് ചോദിച്ചാൽ ജയ്പൂർ അത്രൗലി ഘരാനയാണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ പഠിക്കണ്ട, എല്ലാം കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ വട്ടായി പോകും. ഓക്കെ. അപ്പം വിഷ്ണു ദിഗംബർ, ഇത് ഇദ്ദേഹത്തിനെ കുറിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതും കൂടെ പറഞ്ഞത്. ചിലപ്പോൾ ചോദിക്കുന്നത് വിഷ്ണു ദിഗംബർ പാലുസ്കർ ബിലോങ്സ് ടു വിച്ച് ഘരാന എന്നായിരിക്കും. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം ഗ്വാളിയർ ഘരാനയാണ്. ചിലപ്പോൾ ചോദിക്കുന്നത് ഓൾഡസ്റ്റ് ഘരാനയായിരിക്കും. ഏതായിരിക്കും? ഗ്വാളിയർ ഘരാനയായിരിക്കും. ഇതിന്റെ ഫൗണ്ടറും കൂടെ ഒന്ന് നിങ്ങൾ നോക്കുക. ഉസ്താദാണ് മക്കളെ. ഉസ്താദ് നാഥൻ പീർ ബക്ഷ് അല്ലേ? അപ്പം നമ്മുടെ ഗ്വാളിയർ ഘരാനയുടെ ഫൗണ്ടർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി. ആരാണ്? ഫൗണ്ടർ. ഇത് പിന്നീട് കുറച്ചും കൂടെ അതിന്റെ ഖയാൽ സ്റ്റൈലൊക്കെ ഒന്ന് ഒരു റിനോവേഷൻ ഒക്കെ ചെയ്ത വ്യക്തികളാണ് ഇദ്ദേഹത്തിന്റെ കൊച്ചുമക്കളായിട്ടുള്ള ഹസ്സു ഖാനും ഹഡ്ഡു ഖാനും. ഓക്കെ, അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഹസ്സു ആൻഡ് ഹഡ്ഡു ഖാൻ എന്ത് ചെയ്തു? ഇതിനെ, ഈ ഒരു ഖരാന സ്റ്റൈലിനെ എന്ത് ചെയ്തു? കുറച്ചും കൂടെ ഒരു റിനോവേറ്റ് ചെയ്ത് കുറച്ച് മോഡേൺ എലമെന്റ്സ് ഒക്കെ ചേർത്ത് വന്നിരിക്കുന്നത് ആരുടെ ഇതിലാണ്? ഹസ്സു ഖാന്റെയും ഹഡ്ഡു ഖാന്റെയുമാണ്. അപ്പൊ എന്താണ് ഘരാന എന്ന് പറഞ്ഞാൽ, അതായത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഓരോ സ്ഥലങ്ങളിൽ, അതായത് കുട്ടികളിൽ നിന്ന് ശിഷ്യന്മാരിൽ നിന്ന് കുട്ടികളിലേക്ക് പകരുന്ന ഒരു രീതിയാണ് ഘരാന എന്ന് പറയുന്നത്. സംഗീതം പകരുന്ന രീതിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പണ്ട് നമ്മള് എന്തെന്ന് പറയും, നമ്മള് അത് ഞാൻ പിന്നെ പറയാം, ഓർമ്മ വരുന്നില്ല.
ഓക്കെ. അപ്പം ഘരാന എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഘരാനയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മ്യൂസിക്കൽ സ്റ്റൈല് കാണും. അതിന്റെ ഒറിജിൻ അനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കാണും. അവർ പിന്തുടരുന്ന അതായത് വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം കാണും. ഓക്കെ. അപ്പൊ അവർ മിക്കവാറും സ്റ്റേ ആണ്. ഗുരുകുല വിദ്യാഭ്യാസം അതാണ് പറയാൻ വന്നത്. അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഘരാന എന്ന് പറയുന്നത്. അപ്പം ശിഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവിനോടൊപ്പം തന്നെ താമസിച്ച് ഈ ഘരാനയിൽ അഭ്യസിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? പുറത്തിറങ്ങുന്നുണ്ട്. അതായത് ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം പുറത്തിറങ്ങി അവരുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ നോളജ് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഘരാനകൾ എന്ന് പറയുന്നത്. അപ്പം വിഷ്ണു ദിഗംബർ പാലുസ്കർ ഏത് ഘരാന? ഗ്വാളിയർ ഘരാന. ഗ്വാളിയർ ഘരാനയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഘരാന ഇൻ ഇന്ത്യ ആൻഡ് ഫൗണ്ടർ ഓഫ് ഗ്വാളിയർ ഘരാന എന്ന് പറയുന്നത് ഉസ്താദ് നാഥൻ വീർ ബക്ഷ് എന്ന് പറയുന്നതാണ്. ഇതെല്ലാം ഞാൻ പ്രീവിയസ് ഇയർ ആണ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടില്ല. എന്താണ് വിഷ്ണു നാരായൺ ഭാട്കണ്ഡെ എന്ന് പറയുന്ന വ്യക്തി? ഇദ്ദേഹവും എന്താണ്? മ്യൂസീഷ്യൻ ആണ്. ഈ മ്യൂസീഷ്യനെ നിങ്ങൾ നമ്മൾ SSCയുടെ എക്സാമിന് വോക്കലിസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ് വരുന്നത്. മ്യൂസീഷ്യനെ ചിലപ്പോൾ കാണത്തില്ല, വോക്കലിസ്റ്റ് എന്നേ കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ആണോ എന്നോ അല്ല വിചാരിക്കുന്നത്. വോക്കലിസ്റ്റ് എന്ന് വെച്ചാൽ പാട്ടുകാരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിഷ്ണു ദിഗംബർ നാരായൺ ഭാട്കണ്ഡിന്റെ എന്താണ്? അദ്ദേഹത്തിന് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം താട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? താട്ട് അതും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റമാണ്. സംഗീതത്തിനെ രാഗം, രാഗിണി, പുത്ര എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അതിനെ എല്ലാത്തിനും ക്ലാസിഫൈ ചെയ്ത് ഒന്നാക്കിയ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? താട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഹിന്ദുസ്ഥാനി സംഗീത് പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം ആര് എഴുതിയിട്ടുണ്ട്? വിഷ്ണു നാരായൺ ഭാട്കണ്ഡെ. എല്ലാം കൂടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഓക്കെ. ഇദ്ദേഹം മേവാട്ടി ഘരാനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് ഈ വിഷ്ണു നാരായൺ ഭാട്കണ്ഡെ. അതും ചോദിച്ചിട്ടുണ്ട്. മേവാട്ടി ഘരാനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? വിഷ്ണു നാരായൺ ഭാട്കണ്ഡെ. ഈ ഘരാന എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ എന്ത് ചെയ്യുന്നു? ഉത്തരേന്ത്യയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് വേണ്ടിയിട്ട് അവരവിടെ അഭ്യസിക്കുന്ന രീതിയിലും, അതായത് നമ്മൾ ഒരു കോച്ചിങ് സ്റ്റൈലിൽ ഇപ്പൊ ഞാൻ എടുക്കുന്ന രീതി ആയിരിക്കില്ല മറ്റൊരാളെ എടുക്കുക. അപ്പൊ എന്റേത് ഒരു ഘരാനയാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. ഞാൻ പാട്ടല്ല പാടുന്നത്, എന്നാലും ഞാൻ എടുക്കുന്ന സ്റ്റൈലും ഞാൻ എടുക്കുന്ന രീതികളും എന്റേതാണ്. പക്ഷെ മറ്റൊരാൾക്ക് അതല്ല. അങ്ങനെയാണ് അവർ വ്യത്യസ്തപ്പെടുന്നത്, അല്ലെ? അതുപോലെയാണ് ഘരാനകളും. അതായത് ഇപ്പൊ ഗ്വാളിയറിൽ എടുക്കുന്നത് പോലെ ആയിരിക്കില്ല മേവാട്ടിയിലെ പോലെ ആയിരിക്കില്ല ജയ്പൂരിൽ. അങ്ങനെയുള്ള ഘരാനയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ. ഈ ഘരാനയും വ്യക്തികളെയും ഒക്കെ നിങ്ങൾ നോക്കുക. സംഗീത് ബാൽ പ്രകാശ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് വിഷ്ണു ദിഗംബർ പാലുസ്കർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ. നോക്കൂ. വിച്ച് ഇന്ത്യൻ സിംഗർ റോഡ് രാഗസരിത എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്, അല്ലെ? ആരാണ്? അതായത് രാഗ് സരിത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സിംഗർ ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതും CGL ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 റീസെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പൊ ഓപ്ഷൻ A എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഓപ്ഷൻ A എന്ന് പറയുന്നത് കേസാർ ബഹായ് കേർക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓപ്ഷൻ B എന്ന് പറയുന്നത് ബാലസാഹിബ് പൂഞ്ചിവാലയാണ്. ബാലസാഹിബ് പൂഞ്ചിവാല. ആൻഡ് ഓപ്ഷൻ C എന്ന് പറയുന്നത് കുമാർ ഗന്ധർവ. ഓപ്ഷൻ D എന്ന് പറയുന്നത് ചിന്തമൻ രഘുനാഥൻ വ്യാസ് എന്ന് പറയുന്നതാണ്. അപ്പൊ രാഗസരിത എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന 4 പേരിൽ ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഏതായിരിക്കണം മക്കളെ? ചിന്താമൻ രഘുനാഥ് വ്യാസൻ എന്നാണ്. ചിന്താമൻ രഘുനാഥ്, അതായത് CR വ്യാസൻ എന്നും എഴുതാം. CR വ്യാസൻ. ഓക്കെ. അദ്ദേഹം എഴുതിയത് പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? രാഗസരിതം. വ്യാസന് നല്ല രാഗമാണ് എന്ന് വിചാരിക്കുക. അപ്പൊ വ്യാസന് നല്ല രാഗമാണ്. അപ്പൊ രാഗസരിതം എഴുതിയത് ചിന്താമൻ രഘുനാഥ വ്യാസൻ. നിങ്ങൾ പരീക്ഷാ ഹാളിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഓപ്ഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ പറഞ്ഞ കോഡെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് രാഗം വ്യാസന്, അതായത് മഹർഷി വ്യാസൻ എഴുതിയ പുസ്തകം നിങ്ങൾക്കറിയാം ഏതാണ്? മഹാഭാരതം അല്ലെങ്കിൽ ജയസംഹിത എന്ന് പറയുന്ന പുസ്തകം. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇതിഹാസങ്ങൾ രണ്ടാണ്. 2 ഇതിഹാസങ്ങളിൽ നമ്മുടെ എന്താണ് രാമായണവും അതുപോലെ തന്നെ മഹാഭാരതവും. രാമായണം എഴുതിയത് വാൽമീകി ആണെങ്കിൽ നമ്മുടെ സേജ് ആയിട്ടുള്ള വ്യാസൻ എഴുതിയതാണ് എന്തെന്ന് പറയുന്നത്? ഏത്? നമ്മുടെ
മഹാഭാരതം. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പറയാ വ്യാസൻ എന്താണ് നല്ല താളമുണ്ട്. അപ്പൊ താളം പഠിക്കുന്ന അല്ലെങ്കിൽ രാഗമുണ്ട്. രാഗം അല്ലെ? രാഗം എന്ന് വെച്ചാൽ സ്നേഹം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പം രാഗസരിത എന്നാണ് പേര്. അല്ലെങ്കിൽ വ്യാസൻ എന്താണ് ആരോട് രാഗമുണ്ട്? ഒരു സരിതയോട് ഒരു രാഗമുണ്ട്. വ്യാസൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അല്ല കേട്ടോ, വേറെ ഏതെങ്കിലും ആളെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഞാൻ ഈ പറയുന്ന കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, ഇല്ലെങ്കിൽ കളയുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കണക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറയുന്നു വ്യാസന് നല്ല രാഗമുണ്ട്, അല്ലെങ്കിൽ എന്താണ് അല്ല, വ്യാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെ അല്ല ഞാൻ പറഞ്ഞത്, വേറെ ഒരു വ്യക്തി, വ്യാസ എന്ന് പേരിടാമല്ലോ. അദ്ദേഹത്തിന് ആരോടാണ് രാഗം? സരിതയോടാണ് രാഗം. അങ്ങനെയും പറയാം, എങ്ങനെ വേണോ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, അത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ അമംഗ് ദ ഫോളോയിങ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ദ ഇന്ത്യൻ സ്ട്രഗിൾ? നമുക്ക് ഇവിടെ ഒരു പുസ്തകം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ തന്നിരിക്കുന്ന വ്യക്തികളിൽ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം, ഇതും എന്ത് ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ ഇവിടെ ഒരാളെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആരാണ്. ഈ ഓപ്ഷനിൽ മഹാത്മാഗാന്ധിജി ഉണ്ട്, ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു ഉണ്ട്, ഓപ്ഷൻ സി വല്ലഭായ് പട്ടേൽ ഉണ്ട്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇത് എല്ലാവരും എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് പാടുപെട്ടവരാണ് അല്ലെ. ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ ആണ്, ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. അവരില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഇന്നും നമ്മൾ ആരെയെങ്കിലും എന്താണ് അടിമക്കണ്ണുകളായിട്ട് മാറിയേനെ, അടിമകൾ അല്ലെ, അടിമകളായിട്ട് മാറിയേനെ, വെറും ഒരു സ്ലേവ് അല്ലെ. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, നമ്മുടേതായിട്ടുള്ള വ്യൂസ് പ്രകടിപ്പിക്കാം, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമ്മള് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തി, അതായത് നമ്മുടെ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തികളാണ് ഈ കാണുന്നത്. ഓക്കെ, അതൊക്കെ പോട്ടെ. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജി ആണോ, മോത്തിലാൽ നെഹ്റു ആണോ, അതോ വല്ലഭായ് പട്ടേൽ ആണോ, അതോ സുഭാഷ് ചന്ദ്രബോസ് ആണോ? നമ്മുടെ ഉത്തരം ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്ന നേതാജിയാണ് അല്ലെ. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? നേതാജിയാണ്. ഓക്കെ, നേതാജി എഴുതിയ പുസ്തകമാണ്. ഇന്ത്യൻ സ്ട്രഗിളിനെ കൂടാതെ അദ്ദേഹം എഴുതിയിരിക്കുന്ന മറ്റൊരു പുസ്തകമാണ് ആൻ ഇന്ത്യൻ പിൽഗ്രീം എന്ന് പറയുന്ന പുസ്തകം ഇത് ഏത് വർഷം എഴുതിയതാ മക്കളെ? അതൊന്ന് ചോദിക്കട്ടെ. 1934 എഴുതിയ ഒരു പുസ്തകമാണ് ഇന്ത്യൻ സ്ട്രഗിൾ കേട്ടോ, ഇന്ത്യൻ സ്ട്രഗിൾ. ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ മറ്റു പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഡ്രീംസ് ഓഫ് എ യൂത്ത്. ഇദ്ദേഹത്തിന്റെ ഒരു ജന്മദിനമുണ്ട്. ഇദ്ദേഹം ജനിച്ച വർഷം എന്നാണെന്ന് അറിയാമോ? ബോൺ ഇൻ ജാനുവരി 23rd. അതുപോലെ തന്നെ 1897 ജനിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഈ ജാനുവരി 23 നമ്മൾ വിളിക്കുന്ന പേരാണ് പരാക്രം ദിവസ് എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഇതിനെ പരാക്രം ദിവസ്, ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, പരാക്രം ദിവസ് എന്ന് ഈ അറിയപ്പെടുന്നത്. ഇതും വളരെ ഫേമസ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദിവസ്. ഓക്കെ, പരാക്രം ദിവസ്. അപ്പം ദ ഡ്രീംസ് ഓഫ് എ യൂത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്പർ 1. അടുത്ത പോലെ തന്നെ ദ ഇന്ത്യൻ പിൽഗ്രീം, ആൻ ഇന്ത്യൻ പിൽഗ്രീം ആണോ ദ ഇന്ത്യൻ ആണോ? ആൻ ഇന്ത്യൻ പിൽഗ്രീം ഓക്കെ, ഇന്ത്യൻ പിൽഗ്രീം. ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് ഫ്രീഡം തരാം എന്ന് പറയുന്നത്. ഗീവ് മീ ബ്ലഡ്, ഐ ഷാൽ ഗീവ് യു ഫ്രീഡം എന്ന് പറയുന്ന ഇത്. അതുപോലെ തന്നെ ദില്ലി ചലോ എന്ന് പറയുന്ന സ്ലോഗൻ പറഞ്ഞതാരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്താണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്? ഫോർവേഡ് ബ്ലോക്ക്. ഓക്കെ, ഇദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആയ വർഷം 1938 അത് ഹരിപുര സെക്ഷൻ കോൺഗ്രസ് ആണ്. പിന്നീട് അതിൽ ഒരുപാട് പേരുടെ ഗാന്ധിജിയുടെ ഒക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ ആ സ്ഥാനത്തിനെ രാജിവെച്ചത് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ബുക്കല്ല, ബ്ലോക്ക് ആണ്. ബ്ലോക്ക്. ഓക്കെ, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്ത് കാറ്റഗറിയാണ്? ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പാർട്ടിയാണ്.
പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആരാണ് ഫോം ചെയ്തത്? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. അദ്ദേഹത്തിന്റെ വാചകമാണ് എന്തെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്ലോഗൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡൽഹി ചലോ, അല്ലെങ്കിൽ എന്താണ് മറ്റൊരു ഇതെന്ന് പറയുന്നത്, ഗീവ് മീ ബ്ലഡ്, ഐ ഷൽ ഗീവ് യു ഫ്രീഡം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. വളരെ നല്ലൊരു മഹനീയമായിട്ടുള്ള ഒരു സ്വഭാവത്തിനുടമയായിരുന്നു ആര്? അദ്ദേഹം, അല്ലെ? വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഈ പറയുന്ന എല്ലാവരും പവർഫുൾ ആണ്. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. നമ്മുടെ മഹാത്മാഗാന്ധിജിയൊക്കെ എഴുതിയത് ഹിന്ദു സ്വരാജ് എഴുതിയിട്ടുണ്ട്, എന്താ ട്രൂത്ത് ഇസ് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ദ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ്. INC-യിൽ 2 പ്രാവശ്യം പ്രസിഡന്റ് ആയ വ്യക്തിയാണ്. സ്വരാജ് പാർട്ടിയുടെ കോ ഫൗണ്ടർ ഒക്കെയാണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിക്കുന്ന ആള്, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ആര്? വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്, അല്ലെ? നമ്മുടെ പാർലമെന്ററി കമ്മിറ്റികളിൽ നമ്മുടെ ഫണ്ടമെന്റൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആരെന്ന് പറഞ്ഞാല് നമ്മുടെ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലുണ്ട്. October 31 എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്ന് നിങ്ങൾ അറിയുക. ഓക്കെ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയായ വല്ലഭായ് പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അത് നർമ്മദ നദിയിലെ തീരത്താണ്, സർദാർ സരോവർ നദിയിലാണ്, അല്ലെ? റാം വി സുതാർ ആണ് അതിന്റെ ശില്പി എന്നൊക്കെ അറിയാം. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കുറെ ബുക്കുകൾ അധികം പഠിക്കാനുണ്ട്. ഇതില് നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ ഒന്നും ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് അതൊന്നും കാണാത്തത്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ, സോറി ഫോർ ദാറ്റ്, ഈ ഈ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വരുന്നത് തീരെ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് പോളിലൂടെയും നമ്മുടെ ക്വിസിലൂടെയും നമ്മുടെ ഷോർട്സിലൂടെയും നമുക്ക് അത് പരിചയപ്പെട്ടു പോവാം. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ നന്നായിട്ട് ഒന്ന് നോക്കി വെച്ചുകൊള്ളാം. നമ്മുടെ എക്സൽ എന്നാണ് നമ്മുടെ പേര്. ഓക്കെ, എക്സൽ SSC എന്നാണ്. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഇട്ടിട്ട് എക്സ് എന്ന് പറയുന്നത് വലിയ ലെറ്റർ ആണ്. അതാണ് അവിടെ ഒരു കുഴപ്പം വന്നത് കേട്ടോ. നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്ന ഒരു കുഴപ്പമാണ്. എക്സ് എന്ന് പറയുന്നത് വലിയ ലെറ്റർ ആണ്, ബാക്കി എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഓക്കെ, ഈ എക്സ് മാത്രം വലുത്, ബാക്കി എല്ലാം സ്മോൾ ലെറ്റേഴ്സും. എക്സൽ SSC എന്നാണ് പേര്. സോ ഹു അമംഗ് ദ ഫോളോയിങ് ഹാസ് ഓതേർഡ് ദ പ്ലേ? ഇതൊരു നാടകമാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ഈ എന്താ കണ്ടോ നിങ്ങൾ ഈ ഒരു കവർ പേജിൽ കണ്ടോ? നല്ലൊരു ഇത് കാണുമ്പോൾ തന്നെ വരാം, എന്തോ ഫയർ ആണല്ലേ. പുഷ്പ എന്ന ഫയർ അല്ല, ഫ്ലവർ അല്ല, ഫയർ ആണെന്ന് പറയും പോലെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യകാല ജനതയെല്ലാം ഫയർ ആയിരുന്നു. ഇപ്പൊ ഉള്ളവരെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഓക്കെ, ഫയർ ആണോ ഫ്ലവർ ആണോ? ഓക്കെ, ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു, ഓപ്ഷൻ ബി ചിത്തരഞ്ജൻ ദാസ്, ദീനബന്ധു മിത്ര, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ഇതും വളരെയധികം ഫേമസ് ആയിട്ട് വന്ന നമ്മുടെ CGL-ന്റെ ക്വസ്റ്റ്യൻ ആണ്. മറ്റുള്ളതിനും വരാം. അപ്പൊ മോത്തിലാൽ നെഹ്റു ആണോ, ചിത്തരഞ്ജൻ ദാസ് ആണോ, ദീനബന്ധു മിത്രയാണോ, അതോ സരോജിനി നായിഡു ആണോ എന്നുള്ളത് നിങ്ങൾ പറയുക. എന്താണിത്? നീലദർപ്പൺ എന്ന് പറയുന്ന നാടകം എഴുതിയത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകവും അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലേ ആണ് ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന പുസ്തകം. നീലം, ദീനബന്ധു മിത്ര. ഓക്കെ, ഞാൻ ദീനബന്ധു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ചിത്തരഞ്ജൻ ദാസിനെ അല്ലെങ്കിൽ CR ദാസിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഒരു പേര് അദ്ദേഹത്തിനെ വിളിക്കും. സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടർ ആണ് ആരെന്ന് പറയുന്നത് ചിത്തരഞ്ജൻ ദാസും നമ്മുടെ മോത്തിലാൽ നെഹ്റു ഒക്കെ, അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിനെ ദേശബന്ധു എന്ന് വിളിക്കുന്നത് ആരെയാണ്? ദേശത്തിന്റെ ബന്ധുവാണ് ആര്? നമ്മുടെ CR ദാസ്. ദേശബന്ധു. നമ്മൾ ഇപ്പൊ പറയുന്നത് ആരെ കുറിച്ചാണ്? ദീനത്തിനെ കുറിച്ചാണ്. നമ്മൾ ദീനം വരുമ്പോൾ നമ്മളെ മുഖം എന്താണ്? ഒരുമാതിരി വിളറി, എന്താണ്, ഒരുമാതിരി നീല നിറത്തിൽ ഇരിക്കും എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ എന്താണ്? ദീനബന്ധു. ഒരുമാതിരി ദീനതയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? നീല കണ്ണാടി പോലെ ഇരിക്കും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മുഖത്തിൻ എന്ന് പറയുന്നത് എന്തിന്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്? മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്നാണ് പറയുന്നത്, അല്ലേ? തിരിച്ചാണോ? എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ദേശബന്ധു ആരാണ്? നമ്മുടെ CR ദാസ് ആണ്. അപ്പം നീൽ ദർപ്പൺ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ദീനബന്ധു. നമ്മൾ ദീനത്തോടെ ഇരിക്കുമ്പോൾ, നമ്മുടെ അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരുമാതിരി എന്തോ പോലെ ഇരിക്കുന്നു അവള്. മലയാളികളാണ് അങ്ങനെ പറയുന്നത്, അല്ലേ? മലയാളികൾ നന്നായിട്ടിരുന്നാൽ പോലും നല്ലത് പറയാത്ത ആളുകളാണ്. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പ്രത്യേകിച്ച് ചില ആളുകൾ
ഭയങ്കരമായിട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നന്നായി ഇരുന്നാലും പറയും അവര് നല്ലതല്ല എന്ന് പറയും. ഒരൊറ്റ സാധനവും നല്ലതാണെന്ന് പറയാത്ത കുറെ പേരുണ്ട്, കുറെ ടീംസ് ഉണ്ട്. ഓക്കെ. അപ്പം ദീനബന്ധു മിത്ര, നമ്മൾ ദീനത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ വെളുത്തിരിക്കുവോ അത് നീലിച്ചിരിക്കുവോ? നീലിച്ചിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. എന്താണ് നീൽ ദർപ്പൺ? ഇതെന്തിനെ കുറിച്ചാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്? അതായത് ഈ പുസ്തകത്തിൽ നമ്മൾ പറയുന്നത് ഇൻഡിഗോ റെവല്യൂഷൻ, അതായത് നമ്മുടെ ഇൻഡിഗോ റെവല്യൂഷൻ, അതായത് ബംഗാളിൽ നടന്ന ഇൻഡിഗോ റെവല്യൂഷനുമായിട്ട്, ഇൻഡിഗോ റെവല്യൂഷൻ റിവോൾട്ട് എന്ന് വിളിക്കാം, അത് ഏത് വർഷമാണ് നടന്നത്? 1859 നടന്ന റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? ദീനബന്ധു മിത്ര ഏത് എഴുതിയിരിക്കുന്നത്? നമ്മുടെ നമ്മുടെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്. ഇതെല്ലാവർക്കും അറിയാം. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഇസ് ഇൻകറക്റ്റ്? നമ്മൾ ആദ്യം ഇൻകറക്റ്റ് എന്ന് വായിക്കും, ശരിയാണ്. പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചാടി കയറി നമുക്ക് അറിയാവുന്നതൊക്കെ അങ്ങ് തെക്ക് ചെയ്ത് വെക്കും. ചിലപ്പോൾ ഓപ്ഷനിൽ മിക്സഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് മിക്സഡ് അങ്ങനെ ഇപ്പം SSCയിൽ അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഓപ്ഷൻ വരാറില്ല. ഓപ്ഷൻ A, ഓപ്ഷൻ B. പക്ഷേ നമ്മൾ PSC പഠിക്കുന്ന സമയമാണെങ്കിലോ ചിലപ്പോൾ 1ഉം 2ഉം 3ഉം, ചിലപ്പോൾ 1 and 2, ചിലപ്പോൾ 1ഉം 3ഉം, ചിലപ്പോൾ നൺ ഓഫ് ദിസ്, ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻ വരിക. ആണല്ലോ, ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് അറിയാലോ. ഞാനിപ്പോ PSCയുടെ കാര്യം പറയാൻ കാരണം, നമ്മൾ PSCയുടെയും ഒരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നവംബർ 1 അത് എയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്ട്ലി പെയർഡ് വിത്ത് ഇറ്റ്സ് റെസ്പെക്റ്റീവ് ഓതേഴ്സ്? നോക്കൂ, ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് മഹാത്മാഗാന്ധിജി, ഓപ്ഷൻ എ. ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ഇത് വൈ ഐ എം എ ഏതെസ്റ്റ്, ആരാണ്? നമ്മുടെ ഭഗത് സിംഗ്. നോക്കൂ, ഹിന്ദു സ്വരാജ് ഇദ്ദേഹത്തിന്റെ ഇതുണ്ട്, അപ്പൊ ഇദ്ദേഹം ശരി. ഗീതാഞ്ജലി ഇദ്ദേഹം ശരി. വൈ ഐ എം ഏത്തിസ്റ്റ് ഇദ്ദേഹം ശരി. അപ്പൊ നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആയിട്ടുള്ളവനാണ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ വേണ്ടത് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ആണോ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത്? അല്ല, ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ആൻസർ എഴുതിയത് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു, അല്ലെങ്കിൽ ചാച്ചാജി എന്ന് വിളിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നവംബർ 14 ജനിച്ച ഒരു വ്യക്തി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ, ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 14. അതേ ദിവസം നമ്മൾ വിളിക്കുന്ന മറ്റൊരു ദിനമാണ് വേൾഡ് ഡയബറ്റിക്സ് ഡേ എന്ന് വിളിക്കുന്നത്, ലോക പ്രമേഹ ദിനം എന്ന് വിളിക്കുന്നു. വേൾഡ് ഡയബറ്റിക്സ് ഡേ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനാണ്. അപ്പം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അദ്ദേഹം എഴുതിയിട്ടുണ്ട് നെഹ്റു ഓൺ ഗാന്ധി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഡോക്ടേഴ്സ് എന്ന് പറയുന്നു. എ ബഞ്ച് ഓഫ് ഓഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം എഴുതിയത് മഹാത്മാഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ എക്സ്പെരിമെന്റ് ഓഫ് മൈ ട്രൂത്ത് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ്സ് ഓഫ് മൈ ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ് എഴുതിയിരിക്കുന്നത്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് മഹാത്മാഗാന്ധിജിയാണ്. വൈ ഐ ആം ഏത്തിസ്റ്റ് എഴുതിയിരിക്കുന്നത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ അതായത് വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നു അല്ലെ, പ്രിൻസ് ഓഫ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഭഗത് സിംഗിനെയാണ് അല്ലെ. വളരെ വളരെ ധൈര്യശാലിയായിരുന്ന ഒരു വ്യക്തിയാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയല്ലോ. നമ്മുടെ ആൻസർ ഏതായിരുന്നു? സുഭാഷ് ചന്ദ്ര ബോസ് അല്ല, പകരം ജവഹർലാൽ നെഹ്റു ആണ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ ജവഹർലാൽ നെഹ്റു. പക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ സി ആണ്. ആൻസർ സി ആണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കൂ, അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഹൂ ഡാഷ് ഓതേർഡ് ബൈ തോൽകാപ്പിയാർ ഇസ് ദ ഏർലിയസ്റ്റ് തമിഴ് ലിറ്ററേച്ചർ. അതായത് തോൽകാപ്പിയാർ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പുസ്തകം ഏതാണ്? പുസ്തകത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, വ്യക്തിയെ കുറിച്ച് തന്നിട്ടുണ്ട്. ഇതൊരു തമിഴ് ലിറ്ററേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തോൽകാപ്പിയമാണ് അതിന്റെ ആൻസർ. ഞാൻ തന്നെ ഡയറക്റ്റ് പറഞ്ഞത് കൊണ്ടാണ്, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, എന്നാലും ഞാൻ പറഞ്ഞു പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള ഓപ്ഷൻ വായിക്കുന്നില്ല. അപ്പൊ ആൻസർ എന്താണ്? തോൽകാപ്പിയർ വന്നാൽ നമുക്ക് എളുപ്പമായിട്ടുള്ള ഒരു ആൻസർ. ഇതിന് എന്തായാലും ഏത് പൊട്ടാനും കിട്ടും അല്ലെ. അപ്പം തോൽകാപ്പിയം എന്ന് പറയുന്നത് തമിഴ് ലിറ്ററേച്ചറിലെ ഏറ്റവും പഴയ ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. ഗ്രാമർ ടെക്സ്റ്റ് ആണ് കേട്ടോ. ഇത് ഗ്രാമർ ടെക്സ്റ്റും കൂടെയാണ്.
ഇതിന് 3 ഓളിയം ഉണ്ട്. അതിപ്പോ പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. എഴുത്താടികരണം, സൊല്ലാടികരണം, അതുപോലെ തന്നെ പൊരുളാടികരണം എന്ന് പറയുന്ന ഒരു അധികാരം എന്ന് പറയുന്നത്. അതായത് എഴുത്താധികാരം, അതുപോലെ തന്നെ സൊല്ലധികാരം. അതായത് എഴുത്തധികാരത്തിൽ വരുന്നത് അതിന്റെ ലെറ്റേഴ്സിനെ കുറിച്ചാണ്. 3 ഓളിയമായിട്ട് അല്ലെങ്കിൽ 3 സെക്ഷനായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എഴുത്തധികാരം, സൊല്ലധികാരം, അതുപോലെ തന്നെ പൊരുളധികാരം. എഴുത്തിൽ നമ്മൾ പറയുന്നത് ലെറ്റേഴ്സിനെ കുറിച്ച്. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എന്ത് വരും? വേർഡ്സ് വരും. അപ്പോൾ വേർഡ്സിനെ കുറിച്ചുള്ളത്. പൊരുളധികാരം എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്നത്. ഓക്കെ, തോൽക്കാപ്പിയാർ എഴുതിയ തോൽക്കാപ്പിയം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതിൽ പോവാം. ക്വസ്റ്റ്യൻ 9 എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഓതേർഡ് ബൈ ഹരിസേന ആചാര്യ. ഹരിസേന ആചാര്യ എഴുതിയ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ നമുക്ക് ഇത് MTS വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. MTS ആണ്, CGL അല്ല, MTS ആണ്. അതുകൊണ്ട് MTS ഇത്രയും കട്ടിയുള്ള ചോദ്യമൊക്കെ വരുമോ എന്ന് ചോദിക്കരുത്, വരും. ഓക്കെ, നിങ്ങൾ MTS ആണ് എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിനെ അതായത് ഒരു ഇത്രയുള്ള എന്ന് വിചാരിക്കരുത്. അതിനെയും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ പഠിച്ചു പോവുക. ഓക്കെ, ചിലപ്പോൾ CGL നമ്മൾ വിചാരിക്കും അയ്യോ ടെറർ ആണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അതായിരിക്കും ഏറ്റവും നല്ല എളുപ്പത്തിൽ ചോദിക്കുന്നത്. ആളുകളുടെ കോമ്പറ്റീഷൻ എപ്പോഴും നിങ്ങൾ വിചാരിക്കുക, വലിയ എക്സാമിനല്ല ആളുകളുടെ കോമ്പറ്റീഷൻ, ചെറിയ ചെറിയ തസ്തികകൾ വരുന്ന എക്സാംസിനായിരിക്കും ആളുകളുടെ കോമ്പറ്റീഷൻ. അപ്പൊ ആളുകളുടെ കോമ്പറ്റീഷൻ കൂടുമ്പോൾ എക്സാം നടത്തുന്ന ഏത് ഏജൻസി ആയാലും അവരെന്ത് ചെയ്യും? ക്വസ്റ്റ്യന്റെ പാറ്റേൺ കടുപ്പിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ഹരിസേന ആചാര്യൻ എഴുതിയ പുസ്തകങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ രാജതരംഗിണിയാണോ, ബൃഹത് കോശയാണോ, ബൃഹത് കഥ മഞ്ജരിയാണോ, അതോ ലീലാവതിയാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. രാജതരംഗിണി എല്ലാം നമുക്കറിയാം, കൽഹനൻ എഴുതിയ പുസ്തകമാണ്. ബൃഹത് കോശമാണ്. അപ്പം ഇത് ഓപ്ഷൻ ഓൾറെഡി കട്ടായി. നമുക്കറിയാമല്ലോ, രാജതരംഗിണി എഴുതിയത് ആരാണ്? കൽഹനൻ എഴുതിയ പുസ്തകം. അതുകൊണ്ട് അത് എഴുതണ്ട. അപ്പൊ ഈ 3 നമ്മളവിടെ ക്ലാസ്സിൽ ഇരുന്ന് എന്ത് ചെയ്യും? നമ്മള് അക്കുത്തിക്കുത്താന കളിക്കുമോ? അക്കുത്തിക്കുത്താന വരുമ്പോ അങ്ങനെ കളിക്കുമോ? അതോ 1 2 3 ബിസ്ക ബിസ്ക പാൽ ബിസ്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ട് കളിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ഇവിടെ പറയണം, ഹരിസേന ആചാര്യ എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് ബൃഹത് കഥാഘോഷം എന്ന് പറയുന്ന പുസ്തകമാണ്. എന്താണ്? ബൃഹത് കഥാഘോഷം എന്ന് പറയുന്ന പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്. ആരെഴുതിയത്? ഹരിസേന ആചാര്യൻ എഴുതിയത്. ഹരിസേനൻ ആചാര്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇദ്ദേഹം 4ാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന കവിയാണ്, സംസ്കൃത കവിയാണ്. ആരെന്ന് പറയുന്നത്? ഹരിസേനൻ ആചാര്യൻ. സാൻസ്ക്രിറ്റിന്റെ പോയിന്റ് ആണ് ആര്? നമ്മുടെ ഹരിസേന ആചാര്യ എന്ന് പറയുന്നത്. ആരുടെ കോർട്ടിലായിരുന്നു? ഏത് രാജാവിന്റെ സദസ്യനായിരുന്നു? സമുദ്രഗുപ്തന്റെ സദസ്സിലുണ്ടായിരുന്ന, കോർട്ടിലുണ്ടായിരുന്ന ഗുപ്തന് ഊതി ഊതി കുടിക്കാനല്ലേ ഇഷ്ടം, അല്ലേ? അപ്പൊ സമുദ്രഗുപ്തന്റെ സദസ്സിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ഹരിസേന ആചാര്യ എന്ന് പറയുന്നത്. ഈ സമുദ്രഗുപ്തനെ നമ്മൾ ഒരു ചെല്ലപ്പേര് വിളിക്കും. ആരാണ്? എന്താണ് വിളിക്കുന്നത്? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന, അതായത് നെപ്പോളിയൻ, അദ്ദേഹത്തിന്റെ കോൺക്വറിങ് സ്കില്ല് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. നെപ്പോളിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത് ആരാണ്? സമുദ്രഗുപ്തയാണ്. ആരാണ് ഈ പേര് ഇട്ടുകൊടുത്തത്? VA സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. VA സ്മിത്ത് ആണ് ഈ ചെല്ലപ്പേര് ഇട്ടുകൊടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇട്ടുകൊടുത്തത്? അദ്ദേഹത്തിന്റെ കോൺക്വറിങ് സ്കിൽസ് കണ്ടിട്ടാണ്. അതായത് എക്സ്പാൻഡിങ്, അതായത് രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യാൻ നല്ല മിടുക്കനാണ് ആര്? സമുദ്രഗുപ്തൻ. അദ്ദേഹത്തിന്റെ സദസ്സിലെ ഒരു സംസ്കൃത പോയിന്റ് മാത്രമായിരുന്നു ആര്? ഹരിസേനാചാര്യ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ബൃഹത് കഥാഘോഷം. ഹരിസേനൻ ആചാര്യ, ഹരിക്ക് അതായത് കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനത്തെ കഥ പറയാൻ? ബൃഹത്തായിട്ടുള്ള കഥ പറയാൻ, അല്ലേ? ബൃഹത്തായിട്ടുള്ള കഥ പറയാൻ ഹരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹരി എന്ന് പറയുന്ന കുട്ടിക്ക് കഥ പറയാനായിട്ട്, അതായത് ബൃഹത്തായിട്ടുള്ള കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പൊ ഈ ബൃഹത് കഥ മഞ്ജരി വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാല്, അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഞാൻ 1 2 പോയിന്റ്സും കൂടെ ഒന്ന് പറഞ്ഞു പോട്ടെ. ഈ ഹരിസേന ആചാര്യൻ എന്ത് ചെയ്തു? അതായത് ഈ സമുദ്രഗുപ്തനെ കുറിച്ച് അദ്ദേഹം ഒരു പില്ലറിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ പില്ലറിന്റെ പേരാണ്, അതായത് ഒരു പില്ലർ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ, നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ വലിയ അതായത് നമ്മുടെ പില്ലർ കാണാം, അല്ലെ?
നമ്മുടെ അമ്പലങ്ങളിൽ, വലിയ അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ പില്ലർ ഇങ്ങനെ നിരന്ന് 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 നിൽക്കും. വലിയ അമ്പലങ്ങളിൽ ഇങ്ങനെ നിരന്ന് 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 നിൽക്കും. അപ്പൊ ഇതിലൂടെ ആയിരിക്കും നമ്മളിങ്ങനെ കടന്നു പോവുക. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ, ഞാനൊരു ട്രിവാൻഡ്രംകാരിയാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ട് സൈഡ് നല്ല ഒരു ആർക്കിടെക്ട്സ് ആണ് പഴയ ആളുകളുടെ. ആ കണക്കിന് നമുക്ക് ഇപ്പോൾ ഉള്ളവർ ഒന്നുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഹരിസേന ആചാര്യൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഏത് ഇൻസ്ക്രിപ്ഷനെ കുറിച്ച്, അതായത് സമുദ്രഗുപ്തനെ കുറിച്ച് ഒരു ഇൻസ്ക്രിപ്ഷൻ, അതായത് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ അലഹബാദ് പില്ലർ, ഇതെല്ലാം നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പില്ലർ ഇൻസ്ക്രിപ്ഷൻ, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, ഓർ ഇതിനെ നമ്മൾ പ്രയാഗ് പ്രശസ്തി എന്ന് വിളിക്കും. എന്താണ് പ്രയാഗ് പ്രശസ്തി? പ്രയാഗ പ്രശസ്തി എന്ന് വിളിക്കും. ഇതിനെ എന്ത് പേര് വിളിക്കും? ഓർ ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ റിട്ടൺ ബൈ, ഇതെല്ലാം എഴുതിയത് ആരാണ്? ഹരിസേനനാണ്. ആരെ കുറിച്ചാണ് എഴുതിയത്? നമ്മുടെ റിട്ടൺ ബൈ ഹരിസേന. ഹരിസേനനാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഹരിസേന ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സമുദ്രഗുപ്തനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇദ്ദേഹം പിന്നീട് ജൈനമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ കിട്ടിയ പേരാണ് ഹരിസേന ആചാര്യ. ഹരിസേനൻ എന്നായിരുന്നു ആദ്യകാല പേര്. പിന്നീട് ഇദ്ദേഹം ജൈനമതത്തിലേക്ക് ആകർഷണനായി അദ്ദേഹം ഹരിസേന ആചാര്യ എന്ന് പറയുന്ന ഒരു പേരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു ജൈൻ ടെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്. ഇതൊരു ജൈൻ ടെക്സ്റ്റ് ആണ്. എന്താണ്? ഒരു ജൈനിസത്തിനെ കുറിച്ച് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബൃഹത് കഥ ഘോഷം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അപ ബ്രാഹ്മംസ ധർമ്മ എന്ന് പറയുന്നതുണ്ട്. ബ്രഹ്മസധർമ്മ എന്ന് പറയുന്ന ബ്രഹ്മസധർമ്മ എന്ന് പറയുന്ന ഒരു ബുക്കും കൂടെ അത് എഴുതിയിട്ടുണ്ട്. ഹംസ എന്നൊക്കെ വിളിക്കൂല. അതുപോലെ തന്നെ ബ്രഹ്മസധർമ്മ അദ്ദേഹം എഴുതിയ ജൈൻ ടെക്സ്റ്റുകളാണ് ബൃഹത് കഥാഘോഷയും ധർമ്മ എന്ന് പറയുന്നത് അല്ലെ. അത് ഏത് ടെക്സ്റ്റ് ആണ്? ജൈൻ ടെക്സ്റ്റുകളാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ബൃഹത് കഥാഘോഷൻ എഴുതിയത് ആരാണ്? ക്ഷേമേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. ബൃഹത് കഥ മഞ്ജരി എന്ന് പറയുന്ന എഴുതിയത് ക്ഷേമേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്ഷേമേന്ദ്ര. ഓക്കെ, അത് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ക്ഷേമേന്ദ്രയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ലീലാവതി എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ലീലാവതി ഏത് കാറ്റഗറിയിൽ വരുന്ന പുസ്തകമാണ് മക്കളെ? ലീലാവതി അത് നമ്മുടെ ഭാസ്കരാചാര്യർ എഴുതിയ പുസ്തകമാണ്. ഭാസ്കരൻ ഉണ്ണിരാജ എന്നൊക്കെ വിളിക്കൂലേ, ഭാസ്കര ആചാര്യ എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്ന ലീലാവതി. ഈ ലീലാവതി ഏത് ടൈപ്പ് പുസ്തകം? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇത് എന്ത് പുസ്തകമാണ്? നിങ്ങൾ ഓപ്ഷനിൽ തരും, ലീലാവതി ബിലോങ്സ് ടു വിച്ച് ജനയർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു റൊമാൻറ്റിക് ജനയറിലാണോ, അതോ വേറെ എന്തെങ്കിലും ഒരു വാർ ആണോ, അതോ ഒരു ഷോർട്ട് സ്റ്റോറി ആണോ, അതോ മാത്സ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം കയറി റൊമാൻറ്റിക് ആണെന്ന് ഈ പേര് കേട്ടിട്ട് ലീലാവതി റൊമാൻറ്റിക് ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് എ മാത്തമാറ്റിക്സ് ബുക്ക്. അതായത് ഭാസ്കരാചാര്യർ എഴുതിയ മാത്സ്, അതായത് മാത്സിലെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കില്ലേ, നമ്മളെ SSCK ഒക്കെ പഠിക്കില്ലേ, എന്ത് അരിത്തമെറ്റിക്സും ആൾജിബ്രയും ജോമെട്രിയും ഒക്കെ കാര്യമായിട്ട് പഠിച്ചാലും കിട്ടൂലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണെന്തെന്ന് പറയുന്നത് ലീലാവതി. ലീലാവതി എഴുതിയ വ്യക്തിയാണ് ഭാസ്കരാചാര്യ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. എന്റെ ഒരു പൂച്ചക്കുട്ടി എന്റെ മടിയിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഇത്തിരി കുഴപ്പമാണ്. കന്നന്ത്ര പിടിച്ചതാ. ഭയങ്കര ഒരു ചെല്ല കുട്ടിയാണ്. ഇങ്ങനെ നിൽക്കും. അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കിടന്നാൽ അവൾക്ക് സമാധാനം വരും. ഓക്കെ, കുഞ്ഞിമണി എന്നതാണ് അവളുടെ പേര്. കുറെ പൂച്ചകളുണ്ട്, 3 പൂച്ചകളുണ്ട്. കുഞ്ഞാനി, കുഞ്ഞിമണി, പിന്നെ എവിടെന്നോ ഒരു പൂച്ച ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്തു. അങ്ങനെ അത് നമ്മുടെ വീട്ടിലേക്ക് കയറി. അത് പിന്നീട് നമ്മളിൽ ഒരാളായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ ഒരു, എന്ന് വെച്ചാൽ നമ്മൾ ശകല സ്ഥലം കൊടുക്കുമ്പോൾ തല കയറി ഇരിക്കും എന്ന് പറയില്ലേ, അത് തന്നെയാണ് കാര്യം. അങ്ങനെ ഒരു ടൈപ്പ് സാധനം ഇപ്പൊ ഇവിടെ ഉണ്ട്.
ഓക്കെ, പാവമാണ് കേട്ടോ, എല്ലാം പാവങ്ങളാ, അങ്ങനെയാണ്. സോ അപ്പൊ നോക്കൂ, ഓപ്ഷൻ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ 10 എന്ന് പറയുന്നത് എപ്പിക് പോയം, എപ്പിക് പോയം അല്ല, എപ്പിക് പോയം. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 1:30 മണി കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്റെ കിളി എല്ലാം ഏകദേശം പറക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ നിങ്ങളെ ഞാൻ 35 ക്വസ്റ്റ്യൻ വരെ എത്തിക്കും. ഓക്കെ. സോ ദ എപ്പിക് പോയം സാവിത്രി, ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഓഥർ ആസ് എ ലെജൻഡ് ആൻഡ് എ സിമ്പിൾ, വാസ് റിട്ടൺ ബൈ ഹൂം? അതായത് ഒരു എപ്പിക് പോയം സാവിത്രി, ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഓഥർ ആസ് എ ലെജൻഡ് ആൻഡ് എ സിമ്പിൾ. സാവിത്രി എന്ന് പറയുന്ന ഒരു ഇത് എഴുതിയിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാവിത്രി, എപ്പിക് പോയം സാവിത്രി, ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഓഥർ. അതിന്റെ ഓഥർ തന്നെ അതിനെ വിളിക്കുന്നത് ലെജൻഡ് ആൻഡ് സിമ്പിൾ എന്നാണ്. അത് ഏതാണ് ആ വ്യക്തി? ബാൽ ഗംഗാധർ തിലക് ആണ്. ഓപ്ഷൻ എ ബാൽ ഗംഗാധർ തിലക്, ആൻഡ് ഓപ്ഷൻ ബി അരബിന്ദ് ഘോഷ്, ആൻഡ് ഓപ്ഷൻ സി മഹാത്മാ ഫൂലെ, ഓപ്ഷൻ ഡി ബാബാ സാഹിബ് അംബേദ്കർ. ഈ ഒരു പുസ്തകവും എന്തിന് ചോദിച്ചതാണ്? MTS. നിങ്ങൾ നോക്കൂ, നിങ്ങൾ CGL പഠിക്കുന്നതിന് ഇത്രയും ബുദ്ധിമുട്ടി കാണില്ല, പക്ഷെ MTSന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കൂ, എന്ത് പാടാണല്ലേ. അത്യാവശ്യം കറക്കി കുത്തായാലും നമുക്ക് കിട്ടാത്ത രീതിയിലാണ് ഇത് കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അപ്പം എപ്പിക് പോയം ആയിട്ടുള്ള സാവിത്രി, അതിന്റെ ഓഥർ വിളിക്കുന്ന പേര് എ ലെജൻഡ് ആൻഡ് എ സിമ്പിൾ എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന വ്യക്തികളിൽ ആര് എന്നതാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. ആരാണ് മക്കളെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് അരബിന്ദ് ഘോഷ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്താണ്? എ ലെജൻഡ് ആൻഡ് എ സിമ്പിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? അരബിന്ദ് ഘോഷ് ആണ്. ഇദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, അരബിന്ദ് ഘോഷ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അല്ലെ? ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഓൺ യോഗ, അദ്ദേഹം ഒരു യോഗ ടീച്ചറും കൂടെ ആയിരുന്നു. ദ സീക്രട്ട് ഓഫ് വേദ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പോവാം. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ഓൺ യോഗ. യോഗ യോഗ ഡേ എന്നാണ്? ജൂൺ 21. ഓക്കെ. അടുത്തത് ലൈഫ് ഡിവൈൻ. ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന പുസ്തകം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? ദ സീക്രറ്റ്സ് ഓഫ് വേദ. ദ സീക്രറ്റ്സ് ഓഫ് വേദ. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് നമ്മളിപ്പോ കേട്ടത്. എന്താണ്? സാവിത്രി വേദ. ഇവിടെ തന്നെ എഴുതാം. എന്താണ്? സാവിത്രി. ഓക്കെ. സാവിത്രി കാണുമ്പോൾ ഒരു ഘോഷമാണ്, അതായത് ആഘോഷമാണ് എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ സാവിത്രി കാണുമ്പോൾ ആഘോഷമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അരവിന്ദിന് ആഘോഷമാണ്, ഘോഷമാണ്, ആഘോഷമാണ്. ആരെ കാണുമ്പോ? സാവിത്രി. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയില്ല അടിവയറ്റിൽ മഞ്ഞ് പെയ്യുമെന്ന് പറയോ? ഇല്ല, ആഘോഷമാണെന്നേ പറയുള്ളൂ. സാധാരണക്കാരെ കണ്ടാൽ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന ആളുകളല്ലാതെ നമ്മുടെ അച്ഛനെയോ അമ്മയോ ഒക്കെ ദൂരെ നമ്മൾ കുറെ നാൾക്ക് ശേഷം കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നും, അല്ലെ? അടിവയറ്റിൽ മഞ്ഞ് പെയ്യുന്നത് പോലെയാണോ തോന്നുന്നത്? ചിലർക്ക് തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് കൂടുതലും ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരാളോടാണെന്നാണ് ഞാൻ വിചാരിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ സാവിത്രിയെ കാണുമ്പോൾ അരവിന്ദിന് എന്താണ്? ഒരു നല്ലൊരു ഘോഷം തോന്നും, നല്ലൊരു ആഘോഷം തോന്നും എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കത് കിട്ടിയില്ലേ? അതുപോലെ തന്നെ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലെറ്റേഴ്സ് ഓൺ യോഗ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ സീക്രറ്റ്സ് ഓഫ് വേദ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓക്കെ. അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പർ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അദ്ദേഹത്തിന്റെ ഒരു ന്യൂസ് പേപ്പർ, ഇദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധീകരണം, ന്യൂസ് പേപ്പറിന്റെ പേര് നിങ്ങൾ നോക്കൂ. എന്താണ്? നമ്മൾ വന്ദേ ഭാരത് പഠിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മുടെ ട്രെയിൻ അല്ല, വന്ദേ ഭാരത്. വന്ദേ ഭാരത്. ഓക്കെ. വന്ദേ ഭാരത് ആണോ വന്ദേ മാതരമാണോ? വന്ദേ മാതരം പഠിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് അല്ല, വന്ദേ മാതരം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വന്ദേ മാതരം എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പഠിക്കുന്നു. എന്താണ്? വന്ദേ മാതരം. വന്ദേ മാതരം. 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 ഓക്കെ. അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറിന്റെ പേരാണ് വന്ദേ മാതരം. ആരെഴുതിയതാണ്? അരവിന്ദ് ഘോഷ് എഴുതിയതാണ്. ഇദ്ദേഹത്തിന്റെ ബാൽ ഗംഗാധർ തിലകിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ നമ്മൾ ലോക്മാന്യ തിലക് എന്ന് വിളിക്കുന്നുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ അതായത് ഇന്ത്യയിൽ സൂററ്റ് സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട് നമ്മുടെ INC-യിൽ 1905-ല്, അല്ലെ? 1905-ലല്ല, 1907-ല് സൂററ്റ് സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട്. അതിന് നമ്മുടെ എക്സ്ട്രീമിസ്റ്റ്, അതായത് തീവ്രവാദികൾ എന്ന ഒരു വിഭാഗമുണ്ട്. എക്സ്ട്രീമിസ്റ്റ് ആണ്. മറ്റേത് മോഡേൺ എക്സ്ട്രീമിസ്റ്റും
എന്താണ് എക്സ്ട്രീമിസ്റ്റും അത് മറ്റേ ഓപ്പോസിറ്റ് മിതവാദികളും തീവ്രവാദികളും എന്നാണ്. എക്സ്ട്രീമിസ്റ്റും മറ്റേ വാക്ക് ഞാൻ മറന്നുപോയി ഇംഗ്ലീഷ്. ഓക്കെ. കേസരി എന്ന് പറയുന്ന ഒരു മറാത്ത പത്രമുണ്ട് അദ്ദേഹത്തിന്. മറാഠ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രമുണ്ട്. ഗീതാ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ ഗീതാ രഹസ്യം. ഇപ്പൊ റീൽസിലൊക്കെ രാധാ രഹസ്യം എന്ന് പറയുന്ന ഒരു ഇത് കേട്ടിട്ടില്ല? അതുപോലെ അത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കണം, ആ ഗീതാ രഹസ്യം ഗംഗാധർ തിലക് എന്ന് പറയണം. ഓക്കെ. ഗീത രഹസ്യം. രഹസ്യം എന്ന് പറയുന്നത് ആരാണ് എഴുതിയത്? ഗംഗാധർ തിലകാണ്. ബാൽ ഗംഗാധർ തിലകാണ് എന്ത് എഴുതിയത്? ഗീത രഹസ്യം. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകം ദ ഓറിയോൺ എന്ന് പറയുന്ന പുസ്തകം. ഓറിയോൺ എന്ന് പറയുന്ന പുസ്തകം. ഓറിയോൺ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റലേഷനിൽ വരുന്ന ഒരു വിഭാഗമാണ് അല്ലെ? കോൺസ്റ്റലേഷനിൽ വരില്ലേ നമ്മുടെ ഓറിയോൺ വരുന്നത്. ഓക്കെ. ദ ആർട്ടിക് ഹോം ടു വേദാസ്. ആർട്ടിക് ഹോം ഓഫ് വേദാസ്. ഇതും നമ്മൾ ചോദിക്കും. ആർട്ടിക് ഹോം ഓഫ് വേദാസ്. ആർട്ടിക് ഹോം ഓഫ് വേദാസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? നമ്മുടെ ബാൽ ഗംഗാധർ തിലകാണ്. മഹാത്മാ ഫുലെയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് സത്യശോധക സമാജം ഉണ്ടാക്കിയത്. എവിടെ? നമ്മുടെ പൂനെയിലാണ്. 1873 അത് ബിൽഡ് ചെയ്തത്. ഒരു ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു അത്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് ഇഷാര. അതുപോലെ തന്നെ ഗുലാംഗിരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗുലാംഗിരി എന്ന് പറയുന്നത് ആരുടേതാണ്? മഹാത്മാ ഫുലെയാണ്. ഓക്കെ. ഇനി അടുത്തത് ബാബാ സാഹേബ് അംബേദ്കർ. നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്റർ ആണ് അംബേദ്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആധുനിക മനു, അതായത് മോഡേൺ മനു എന്ന് വിളിക്കുന്നുണ്ട് ബാബാ സാഹേബ് അംബേദ്കറിനെ. അതുപോലെ തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ബുദ്ധ ആൻഡ് ധർമ്മ. അതുപോലെ തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഉണ്ട്. പിന്നെ ബുദ്ധ ധർമ്മയുണ്ട്. പിന്നെ പിന്നെ എന്താ പറയാം അദ്ദേഹത്തിനെ കുറിച്ച്? ഇത്രയൊക്കെ പോരെ? മതിയാവും. അത്രയും മതിയാവും. അംബേദ്കറിനെ കുറിച്ച് അത്രയും പോരെ? വെയിറ്റിംഗ് ഫോർ എ വിസ എന്ന് പറയുന്നത് അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. വെയിറ്റിംഗ് ഫോർ എ വിസ എന്ന് പറയുന്നത് അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫി. ഇത്ര മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11. ദ ഓഥർ ഓഫ് അർത്ഥശാസ്ത്ര വാസ് കണ്ടംപററി ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റൂളേഴ്സ്? നിങ്ങൾക്കറിയാം, ഇദ്ദേഹമാണ് അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന റൂളേഴ്സില് ആരുടെ കണ്ടംപററി ആയിരുന്നു അർത്ഥശാസ്ത്രത്തിന്റെ ഓഥർ എന്നാണ് നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് നോക്കി നോക്കൂ. ഓഥർ ആരാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പുസ്തകത്തിന്റെ ഓഥർ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആരുടെ സമകാലികൻ, അതാണ് നമ്മുടെ മലയാളം വാക്ക് അല്ലെ, കണ്ടംപററി എന്ന് പറയുന്നത്. കണ്ടംപററി ആയിരുന്നു എന്ന് ചോദിച്ചാൽ മോഡേണിസ്റ്റും എക്സ്ട്രീമിസ്റ്റും. ഓക്കെ, അത് നമ്മുടെ വാക്ക് അതാണ്, മോഡേണിസ്റ്റും എക്സ്ട്രീമിസ്റ്റും. അവിടെ പറഞ്ഞതാണ്, ഇവിടെ അല്ല അവിടെ. ഓക്കെ. ഞാൻ ചില വാക്കുകൾ ചിലപ്പോൾ മറന്നു പോകും. അത് എനിക്ക് ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ട്. വേറെ കുഴപ്പമൊന്നുമല്ല, വേൾഡ് അൽഷിമേഴ്സ് ഡേ ഒന്നുമല്ല. അല്ലാതെ ചിലപ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, അപ്പം ചിലത് ഇപ്പൊ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മലയാളം, അതായത് നമ്മുടെ PSC ആയതുകൊണ്ടാണ് മലയാളം വാക്കുകൾ കയറി വരുന്നത്. ഓക്കെ. നേരത്തെ SSC ആയിരുന്നു. SSC പഠിച്ചിട്ടും എന്താണ്, ഫസ്റ്റ് പാർട്ട് എല്ലാം കിട്ടും, സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ തള്ളും. അങ്ങനെയുള്ള ഒരു സ്ഥിതി ആയതുകൊണ്ടാണ് പിന്നെ അത് അങ്ങ് വെച്ച് കിട്ടിയത്. മറ്റേത് ഇതുപോലെ തന്നെയാണെങ്കിലും ഏകദേശം ഞാൻ തനിയെ പഠിച്ചതാണ് കേട്ടോ, അത്യാവശ്യം എല്ലാം പോയിന്റ്സും ഒക്കെ. ഒരു കോച്ചിങ് സെന്ററിന്റെ സഹായം തേടിയിട്ടില്ല ആക്ച്വലി. മിക്കവാറും ഉള്ളത് നമ്മുടെ ഓൺലൈൻ മീഡിയാസിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് തനിയെ ബുക്കുകളൊക്കെ വായിച്ച് അങ്ങനെയൊക്കെയാണ് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സ്റ്റിൽ ഐ എം എ സ്റ്റുഡന്റ്. ഓക്കെ. ദ ഓഥർ ഓഫ് അർത്ഥശാസ്ത്ര വാസ് എ കണ്ടംപററി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് എന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യനാണോ, സമുദ്രഗുപ്തനാണോ, അതോ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണോ, അതോ അശോകനാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പം ചന്ദ്രഗുപ്ത മൗര്യനാണോ മക്കളെ, അതോ സമുദ്രഗുപ്തനാണോ, ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണോ, അതോ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ? ഈ വിക്രമാദിത്യന് സമുദ്രഗുപ്തനും അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യനും അശോകനും ആരൊക്കെയാണ്? ചന്ദ്രഗുപ്തൻ സെക്കൻഡിന്റെ പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? ചന്ദ്രഗുപ്തൻ സെക്കൻഡിന്റെ പേരാണ് ചന്ദ്രഗുപ്തൻ സെക്കൻഡിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വിക്രമാദിത്യ. ഇത് ചന്ദ്രഗുപ്ത മൗര്യനാണ്, മറ്റത് ഗുപ്തനാണ്, ഗുപ്ത ഡൈനാസ്റ്റി. ഓക്കെ. നോക്കൂ, ഈ നമ്മുടെ അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്ന നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ ആരുടെ ഇതാണ്?
ചന്ദ്രഗുപ്ത മൗര്യന്റെ അതായത് അർത്ഥശാസ്ത്രം എഴുതിയ നമ്മുടെ കൗട്ടല്യൻ അല്ലെങ്കിൽ എന്താണ് വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് വിളിക്കുന്ന വ്യക്തി ആരുടെ സമകാലികനാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ചന്ദ്രഗുപ്തൻ മൗര്യൻ. ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്നത് ആരുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു? ഇദ്ദേഹത്തിന്റെ അതായത് ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയിൽ അവസാനത്തെ ഒരു ഒരു അതായത് നമ്മുടെ നന്ദ ഡൈനാസ്റ്റിക്ക് ശേഷം നമ്മൾ ഒരുപാട് ഡൈനാസ്റ്റികളെ മഹാജനപദങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ? അതായത് അതായത് അതിൽ അവസാനത്തെ നന്ദ ഡൈനാസ്റ്റി ഉണ്ട്. നന്ദ ഡൈനാസ്റ്റി എന്ന് പറയുന്നതിനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത് നന്ദ ഡൈനാസ്റ്റിയാണ്. ആ നന്ദ ഡൈനാസ്റ്റിയിലെ ധനനന്ദനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദാ അവിടെ ഒരു കിങ്ഡം നോക്കൂ, അവിടെ ഒരു കിങ്ഡം എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിന്റെ പേരാണ് എന്ത്? മൗര്യൻ എംപയർ എന്ന് വിളിക്കുന്നു. വിത്ത് ഹെൽപ്പ് ഓഫ് ഓർ ബൈ ദ അഡ്വൈസ് ഓഫ് കൗട്ടല്യൻ. കൗട്ടല്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്വൈസ് മൂലമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിനെ പിടിച്ചു, എനിക്ക് സഹായിച്ചത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് ഞാൻ പ്രൈം മിനിസ്റ്റർ ആക്കുന്നു എന്നുള്ളത് വന്നു. അപ്പൊ ചാണക്യൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ അല്ല ഒന്ന് നോക്കാം. ബി സി ഇ ഏത് വർഷം? 350 മുതൽ 275 വരെയാണ് ആര് ജീവിച്ചിരുന്നത്? നമ്മുടെ കൗട്ടല്യൻ ജീവിച്ചിരുന്നത്. ഹി വാസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു തിയറിയാണ് സപ്താംഗ തിയറി. അതായത് നമ്മുടെ ഗവർണൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ 7 ഘടകങ്ങൾ വേണം എന്ന് പറയുന്നു. ഈ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചുള്ള ബുക്കാണ്? അതായത് സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ, അതായത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, എന്റെ സബ്ജക്റ്റ് ആണ് കേട്ടോ. എന്റെ സബ്ജക്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും അതുപോലെ തന്നെ എക്കണോമിക്സിനെ കുറിച്ചും ഒക്കെ അവർ പറയുന്നതാണ്. ഈ അർത്ഥശാസ്ത്രത്തിൽ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഗവർണൻസ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന കറപ്ഷൻസിനൊക്കെ അദ്ദേഹത്തിന്റെ ഉത്കണ്ഠയും അതിനുള്ള ഒരു പോൺ വഴിയൊക്കെ പറയുന്ന ഒരു ബുക്കും കൂടിയാണ് എന്തെന്ന് പറയുന്നത് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ഒരു മൈൽ സ്റ്റോൺ ബുക്കാണ്. ഏതില്? ഗവർണൻസിന്റെ ബേസിസ് നോക്കുമ്പോൾ നമ്മൾ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് കരുതേണ്ട ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അത്രയും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു പുസ്തകമാണ്. എത്ര ചോദിച്ചാലും SSCക്ക് ആയാലും ചോദിച്ചാലും മതിയാവാത്ത ഒരു ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് അർത്ഥശാസ്ത്രം. ഏതെങ്കിലും ഒരു ഷിഫ്റ്റിലെങ്കിലും കാണും. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് വളരെ വേണ്ടപ്പെട്ട മറ്റൊരു പുസ്തകം. ഹൂ ഈസ് ദ ഓഥർ ഓഫ് 12th ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ടെമ്പിൾ ടേൽസ് ദ സീക്രറ്റ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് ഇന്ത്യ സാക്രഡ് പ്ലേസസ്. നോക്കൂ, ഇതെന്താ ഈ പുസ്തകം? ടെമ്പിൾ ടെയിൽസ് എന്ന് പറയുന്ന പുസ്തകം. സീക്രട്ട് ആൻഡ് സ്റ്റോറീസ് ഓഫ് ഇന്ത്യയുടെ സാക്രഡ് പ്ലേസസ്. നോക്കൂ, ഈ പുസ്തകം കാണുമ്പോൾ പണ്ട് ചോട്ടാ ഭീം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ചോട്ടാ ഭീം. ചോട്ടാ ഭീമില് ഇങ്ങനെയുള്ള കുറെ രൂപങ്ങൾ കാണിച്ച് ഒക്കെ അല്ല, ചോട്ടാ ഭീം അല്ല മക്കളെ, നമ്മുടെ ടോം ആൻഡ് ജെറിയില് ടോമും ജെറിയും കൂടെ ഒരു ദ്വീപിൽ ചെന്ന് വീഴുമ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ തന്നെ എന്റെ അനിയത്തി ഒരു സാധനമായിരുന്നു കാണും, ഓഗി ആൻഡ് കോക്രോച്ച്. അതിൽ മറ്റേ ഓഗി എന്നൊക്കെ ചിരിക്കുമ്പം അങ്ങനെ ഇങ്ങനത്തെ ഉള്ള രൂപങ്ങൾ കാണും. ഞാൻ സൂം ചെയ്യാൻ നോക്കാം. മാഗ്നിഫൈ ദ ക്ലാസ്. അപ്പൊ ഇത് എന്താണ്? ഇങ്ങനെയുള്ള കുറെ രൂപങ്ങൾ കാണാം. അപ്പൊ എന്താണ് ടെമ്പിൾ ടെയിൽസ്? നിങ്ങൾ അതെങ്കിലും പഠിക്കുക. ടെമ്പിൾ ടെയിൽസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ ശശി തരൂർ സാറുണ്ട്, ഓപ്ഷൻ ബിയിൽ മുൽക്കരാജ് ആനന്ദ് ഉണ്ട്, ഓപ്ഷൻ സിയിൽ സുധാജി തിലക് ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ മാലതി രാമചന്ദ്രൻ ഉണ്ട്. ആരാണ് ഈ പറയുന്ന വ്യക്തികളിൽ ആരാണ്? ടെമ്പിൾ ടെയിൽസ് എന്ന് പറയുന്ന പുസ്തകം ശശി തരൂർ സാറാണോ? അല്ല. അല്ല, അപ്പൊ അതാദ്യം വെട്ട. അപ്പൊ അതല്ല. മുൽക്കരാജ് ആനന്ദ് ആണോ? അല്ല. മാലതി രാമചന്ദ്രൻ ആണോ? അല്ല. അപ്പൊ നമ്മുടെ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? സുധാജി തിലക്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സുധാജി തിലക്. ആരാണ്? നമ്മുടെ ടെമ്പിൾ ടെയിൽസ്, അതായത് ക്ഷേത്രങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സുധാജി തിലക് ആണ്. ആരാണ്? സുധാജി തിലക് എഴുതിയ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ടെമ്പിൾ ടെയിൽസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് സുധാജി ടെയിൽസ് ആണ്. ഓക്കെ, സോറി, സുധാജി ടെയിൽസ് അല്ല, സുധാജി തിലക് ആണ്. ഓക്കെ, അപ്പൊ മുൽക്കരാജ് ആനന്ദ് എഴുതിയ പുസ്തകം എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മുൽക്കരാജ് ആനന്ദ് എഴുതിയത് ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് കൂലി, അല്ലെ? കൂലി. ഇത് ഏത് വർഷമാണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ 1935ലാണ്. 1935. അയ്യോ സോറി, അതെന്താ അങ്ങനെ? ഓക്കെ, മുൽക്കരാജ് ആനന്ദ് ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം, വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പുസ്തകം അൺടച്ചബിൾ എന്ന് പറയുന്ന പുസ്തകം. അൺടച്ചബിലിറ്റി ഇപ്പോഴുണ്ടോ മക്കളെ? അൺടച്ചബിൾ. ഇത് ഞാൻ ഒന്നേന്ന് എഴുതാം കേട്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വരില്ല.
അൺടച്ചബിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? മുൽക്ക് രാജ് ആനന്ദ് ആണ്. അതുപോലെ തന്നെ ദ വില്ലേജ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദ വില്ലേജ്. അതുപോലെ തന്നെ ദ സോഡ് ആൻഡ് ദ സിക്കിൾ എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ദ ഇന്ത്യൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ദ ഇന്ത്യൻ തിയേറ്റർ. നോക്കൂ, ഈ ഇദ്ദേഹത്തിന്റെ എഴുതിയ പുസ്തകമാണ് കൂലി, അൺടച്ചബിൾ, ദ വില്ലേജ്, സോഡ് ആൻഡ് സിക്കിൾ, ദ ഇന്ത്യൻ തിയേറ്റർ. അപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ ഒരു വില്ലേജിൽ ഒരു കൂലിയുണ്ട്. അദ്ദേഹം എന്താണ്, ഒരു അൺടച്ചബിലിറ്റി അവിടെ ഫേസ് ചെയ്യാണ്, അല്ലെ? നമ്മുടെ വില്ലേജിൽ ഒരു കൂലിയുണ്ട്, അദ്ദേഹം എന്ത് ഫേസ് ചെയ്യുന്നു? ഒരു കൂലിക്കാരനുണ്ട്, അദ്ദേഹം അൺടച്ചബിലിറ്റി ഫേസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം വാളും പരിചയമായിട്ട് ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അൺടച്ചബിലിറ്റി കുറയ്ക്കാൻ. ഇത് പിന്നീട് എന്താകുവാണോ, ഇന്ത്യൻ തിയേറ്റേഴ്സിലൊക്കെ നിറഞ്ഞാടിയ ഒരു സിനിമ പോലെയായി, അല്ലെ? മുൽക്ക് രാജ് ആനന്ദ് എന്ത് ചെയ്യണം, ആ സിനിമ എന്ന് കാണുകയാണ്. അപ്പം കൂലി എന്ന് പറയുന്ന, അതായത് നമ്മുടെ നമ്മുടെ ഒരു വില്ലേജില് ഒരു കൂലിക്കാരൻ ഉണ്ടായിരുന്നു. സിനിമ എന്ന് വിചാരിച്ചാൽ, ഒരു സിനിമയുടെ പേര് കൂലി. ഒരു വില്ലേജില് ഒരിടത്ത് ഒരു വില്ലേജില് ഒരു കൂലിക്കാരൻ ഉണ്ടായിരുന്നു. ആ കൂലിക്കാരനെ ഒരു അൺടച്ചബിലിറ്റി ഫേസ് ചെയ്തു. അദ്ദേഹം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സോഡും സിക്കിളും എടുത്തിറങ്ങി. അത് ഇപ്പോ എന്താണ്, നമ്മുടെ ഇന്ത്യൻ തിയേറ്റേഴ്സിൽ നിറഞ്ഞാടുകയാണ്, ദ ഇന്ത്യൻ തിയേറ്റേഴ്സ്. അങ്ങനെ വിചാരിക്കാം. ഓക്കെ. ഈ സുധാജി തിലക് എഴുതിയ മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ടോയ് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ ഗ്രേറ്റ് ടോയ് ഡിബേറ്റ്. അടുത്തത് നമ്മുടെ മാലതി രാമചന്ദ്രൻ എഴുതിയ പുസ്തകമാണ് ദ വീൽ ടേൺഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? വീൽ ടേൺഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് വീൽ ടേൺഡ്, മാലതി രാമചന്ദ്രൻ. ഓക്കെ, അടുത്ത പുസ്തകത്തിലേക്ക് പോകാലോ. നോക്കൂ, ഹൂ ഇസ് ദ ഓഥർ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നോവൽ ദ മൗര്യൻ ദ ലെജൻഡ് ഓഫ് ദി അശോക എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഇതാണ് കവർ പേജ് എന്ന് പറയുന്നത്. ഈ കവർ പേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ചേതൻ ഭഗത് ആണോ? ഓപ്ഷൻ ബി കോമൽ ഭൻവീർ ആണോ? ഓപ്ഷൻ ഡി സഞ്ജീവ് സന്യാൾ ആണോ? അതോ അമിഷ് ത്രിപാഠി ആണോ? ആരാണ് ഈ പറയുന്ന ദ മൗര്യൻ ദ ലെജൻഡ് ഓഫ് അശോക എന്ന് പറയുന്നത്? ദ ലെജൻഡ് ഓഫ് അശോക എന്ന് പറയുന്ന പുസ്തകം MTSന് വന്നിരിക്കുന്ന ഒരു പുസ്തകമാണ്. നോക്കൂ, MTSന് വന്നിരിക്കുന്ന ഏതെങ്കിലും പുസ്തകം നിങ്ങൾ കേട്ട് പരിചയിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ദ മൗര്യൻ ദ ലെജൻഡ് ഓഫ് അശോക എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ചേതൻ ഭഗത്താണോ? അല്ല. നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോമൽ ബൻവീർ എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്. കോമൽ ബൻവീർ എഴുതിയ പുസ്തകമാണ് മൗര്യൻ ദ ലെജൻഡ് ഓഫ് അശോക. അശോകൻ ഏത് എംപയറിൽ ഉണ്ടായിരുന്നതാണ്? മൗര്യൻ എംപയറിൽ ഉണ്ടായിരുന്നതാണ്. അല്ല, അശോക ദ ഗ്രേറ്റ് എന്നാണ് വിളിക്കുക, അല്ലെ? അദ്ദേഹം പിന്നീട് ഏത് മതത്തിലേക്ക് മാറുകയാണ്? ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ, അശോകൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഇതില് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നമ്മുടെ അമിഷ് ത്രിപാഠി എഴുതിയ പുസ്തകങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദ സീക്രട്ട് ഓഫ് നാഗാസ്, അതുപോലെ തന്നെ ദ ഓത്ത് ഓഫ് വായുപുത്ര, അതുപോലെ തന്നെ നല്ല പുസ്തകകാരനാണ് കേട്ടോ. ദ ഓത്ത് ഓഫ് വായുപുത്ര, ദ സീക്രട്ട് ഓഫ് നാഗാസ് എന്നൊക്കെ പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? നമ്മുടെ അമിഷ് ത്രിപാഠി എഴുതിയ പുസ്തകമാണ്. ചേതൻ ഭഗത്തിന്റെ പുസ്തകമൊക്കെ നമ്മൾ പഠിച്ചതാണ്, അല്ലെ? അതുപോലെ തന്നെ സഞ്ജീവ് സന്യാളൽ എഴുതിയ പുസ്തകമാണ് ദ ഇന്ത്യൻ റെനൈൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കുക. ദ ഇന്ത്യൻ റെനൈൻസസ്, ഇന്ത്യൻ റെനൈൻസ് റെനൈൻസ് ഇന്ത്യൻ റെനൈൻസ് എന്ന് പറയുന്ന പുസ്തകം. ഇന്ത്യ ഇൻ ദ ഏജ് ഓഫ് ഐഡിയ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം സഞ്ജീവ സന്യാളിന്റെ ഇന്ത്യൻ റെനൈൻസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇന്ത്യൻ റെനൈൻസ്. ഹൂ ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈൻസ്? അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയൂ. ഇന്ത്യൻ റെനൈൻസിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ആരെയാണ്? ഇന്ത്യ ഇൻ ദ ഏജ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത് ആരെഴുതിയ പുസ്തകമാണ്?
ആരുമാണ്? അതും സഞ്ജീവ് സനിയാൾ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യ ഇൻ ദ ഏജ് ഓഫ് വേദാസ്, സോറി ഐഡിയാസ് എന്ന് പറയുന്നത്. ഐഡിയാസ് ആണ്, ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. ഓക്കെ. അതുപോലെ തന്നെ അമിഷ് ത്രിപാഠിയുടെ എന്നാണ് നിങ്ങൾ കേട്ട് വെക്കുക, ദ ഇമ്മോർട്ടൽ ഓഫ് മെലൂഹ എന്ന് പറയുന്ന പുസ്തകം. ദ ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ. മെലൂഹ എന്താ? നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനെ, നമ്മുടെ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻകാർ വിളിച്ചിരുന്ന പേരാണ് മെലൂഹ. മെലൂഹയുടെ കപ്പൽ ഈ വഴി പോയിരുന്നു എന്നൊരു ഇത് പറയുന്നുണ്ട്. അപ്പൊ മെലൂഹ എന്താണെന്ന് കരുതണം, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെന്ന്. കാരണം നമ്മുടെ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന് കണ്ടംപററി ആയിട്ട് നിലനിന്നിരുന്ന ഒരു സിവിലൈസേഷൻ ആണ് എന്ത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് നദിയുടെ തീരത്ത് ആയതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ. 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 The author of the Hindi novel Kohre Mein Khat Kaid Rang, Kohre Mene Kaid Rang, Kohre Mene Kaid റങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? നമ്മുടെ ഏത് കോവിലാണെന്ന് ഞാൻ പറയില്ല. ഒരു കോവിലിൽ പോകുമ്പോ നമ്മളിങ്ങനെ കല്ലുകൾ അടുക്കി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വീട് പണിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നല്ല ആരോഗ്യത്തിനും അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ആരാണ് കൊഹരെ മേനെ കൈദ് റങ്ക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്? MTSന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ഇതൊരു ഹിന്ദി നോവലാണ്. ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഗോവിന്ദ് മിശ്ര എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്, കൊഹരെ മേനെ കൈദേ റങ്ക്. ഇത് മറ്റേ സുരാജ് വെഞ്ഞാറമൂട് ഏതോ സിനിമയില് അങ്ങനെ ചോദിച്ചാൽ പറയാം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിപ്പോയി. കുഹരെ മേനെ കെയ്ത് റങ്ക് എന്ന് പറയുന്ന, കുഹരെ മേനെ കെയ്ത് റങ്ക് എന്ന് പറയുന്നത് ഗോവിന്ദ് മിശ്ര എഴുതിയ പുസ്തകമാണ്. ആരാണ്? ഗോവിന്ദ് മിശ്ര എഴുതിയ പുസ്തകമാണ്. ഓക്കെ. അടുത്തയാള് യശോര ദാൽമിയ എഴുതിയ പുസ്തകം ഇതിൽ ഏതാണ്? യശോര ദാൽമിയ എഴുതിയത് ഏത് പുസ്തകമാണ്? ഇതിലൊരു പുസ്തകം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഒരു ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ, പെയിന്റിങ്സ് ഇൻ ദ കാംഗ്ര വാലി. ഓപ്ഷൻ ബി, അജന്ത. ഓപ്ഷൻ സി, ദ പെയിന്റഡ് വേൾഡ് ഓഫ് ദി വാർലീസ്. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർട്ടാണ്. യശോധര ധാൽമിയ എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് പെയിന്റഡ് വേൾഡ് ഓഫ് ദി വാർലീസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആരാണ്? യശോധര ധാൽമിയ എഴുതിയ പുസ്തകം പെയിന്റഡ് വേൾഡ്സ് ഓഫ് ദി വാർലീസ് എന്ന് പറയുന്നതാണ്. ക്ലിയർ? അടുത്തത്, ഈ ഒരു പുസ്തകം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ദ ഹൂ അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഓഥർ ഓഫ് ദി ഓട്ടോബയോഗ്രഫി. അതായത് ഓട്ടോബയോഗ്രഫിയാണ്. ലോൺ ഫോക്സ് ഡാൻസിങ്, മൈ ഓട്ടോബയോഗ്രഫി. ഖുഷ്വന്ത് സിംഗ് ആണോ? ബ്രിജ് മോഹൻ കോൾ ആണോ? റസ്കിൻ ബോണ്ട് ആണോ? ജോൺ ധാൽവി ആണോ? നമ്മുടെ ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ SSCയുടെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, എക്സലന്റ് ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞ ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആര്? റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് എഴുതിയ പുസ്തകമാണ് ആരെന്ന് പറയുന്നത്, ലോൺ ഫോക്സ് ഡാൻസിങ്. അദ്ദേഹം ഒരു ട്രെയിനിൽ കയറുന്നു, ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറുന്നു. പോകുന്ന വഴിയിൽ ഒരു പെങ്കൊച്ചിനെ കാണുന്നു. ട്രെയിൻ ഇൻ ദ ഗേൾ, അല്ല ഗേൾ ഇൻ ദ ട്രെയിൻ. ഓക്കെ. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ നട്ട്സ് ഉണ്ട്, ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ്. അത് അദ്ദേഹം എന്തോന്ന് കഴിക്കുന്നു, ഒരു ആൻ ഈക്വൽ മ്യൂസിക് കേൾക്കുന്നു. ഒരു എന്താണ്, ഒരു നൈറ്റ് മ്യൂസിക് കേൾക്കുകയാണ്. അദ്ദേഹം നല്ലൊരു മ്യൂസിക് കേൾക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ യാത്ര തുടരുന്നു. പിറ്റേന്ന് അദ്ദേഹം ഡെഹ്റയിലെ ട്രീസ് കാണുന്നു. അതിന്റെ അടുത്ത് ഒരു ചെറി ട്രീ കാണുന്നു. അതിന്റെ അടുത്ത് ഒരു ഫോക്സ്, അതായത് നമ്മുടെ ഒരു പീജൻസ് നിന്ന് ഫൈറ്റ് ഓഫ് എ പീജൻ, ഒരു പീജന്റെ അടി കാണുന്നു. തൊട്ട് താഴെയായിട്ട് ഈ പീജൻ ഇരുന്ന് അടി കൂടുന്ന കണ്ട് സന്തോഷിച്ച ഒരു ഫോക്സ് നിന്ന് ഡാൻസ് കളിക്കുന്നു. എങ്ങനെയാണ്? ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് കളിക്കുന്നു. ലോൺ ഫോക്സ് ഡാൻസിങ്. ആരുടെ ആത്മകഥയാണ്? നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ ആത്മകഥയാണ് എന്തെന്ന് പറയുന്നത്, ലോൺ ഫോക്സ് ഡാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഹൂ ഇസ് ദ ഓഥർ ഓഫ് ദ ഇംഗ്ലീഷ് നോവൽ? ഇംഗ്ലീഷ് നോവൽ ആണ് ഫോസ്റ്റിംഗ് അറ്റ് ഫോസ്റ്റർ ഗഞ്ച്. ഫോസ്റ്റിംഗ് അല്ല, ദ ഓട്ടിംഗ് ഇൻ ദ അറ്റ് ഫോസ്റ്റർ ഗഞ്ച് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അക്ഷത് ഗുപ്ത ആണോ? റസ്കിൻ ബോണ്ട് ആണോ? RK നാരായൺ ആണോ? സുധാമൂർത്തി ആണോ? ഐ സുധാമൂർത്തി വൈ. ഓക്കെ. അക്ഷത് ഗുപ്തയാണോ? റസ്കിൻ ബോണ്ട് ആണോ? RK നാരായൺ ആണോ? സുധാമൂർത്തി ആണോ? ഇതും MTSന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വോട്ടിംഗ് അറ്റ് ഫോസ്റ്റർ ഗഞ്ച്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ കുട്ടികളെ? ഞാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അത് നമ്മുടെ മേജർ ഇലക്ഷൻ അല്ലായിരുന്നു. ഓക്കെ. അപ്പൊ വലിയ ഇലക്ഷൻ ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഇതുവരെ ഇലക്ഷൻ ID എടുത്തിട്ടില്ല. ഓക്കെ. അങ്ങനെയുള്ള ഒരു
വോട്ടിംഗ് സമ്പ്രദായം നമ്മൾ നല്ല നേതാക്കന്മാരെ കിട്ടട്ടെ എന്നിട്ട് നമുക്ക് വോട്ടിംഗ് പോവാം എന്നുള്ളൊരു ഞാൻ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. ഞാൻ ഒരു മീഡിയാസിലൂടെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. നമ്മുടെ ഡെമോക്രസി കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും. ഫ്ലെക്സിബിൾ അല്ല എന്നല്ല, എന്നാലും പല കാര്യങ്ങളിലും. ഒരു കറപ്ഷൻ എവിടെയൊക്കെയോ ഉണ്ട്. അതുപോലെ ലാഗിങ് എവിടെയൊക്കെയോ ഉണ്ട്. പറയുന്ന കാര്യങ്ങളല്ല അവർ പ്രവർത്തിക്കുന്നത്. അത് ഒരാളും അങ്ങനെയല്ല. ഒരു ഗവൺമെന്റിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും വക്താവല്ല ഞാൻ. അതുകൊണ്ട് തന്നെ വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയും പൊളിറ്റിക്കലായിട്ടുള്ള വളർച്ചയും നമ്മൾ നോക്കിയായിരിക്കും ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് ഏറ്റവും നല്ലത് എന്താണ്? ഏറ്റവും താഴെ നിലയിലുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റേതൊക്കെ ഒരു പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ കൂടുതൽ ഇംപ്ലിമെന്റേഷൻ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഏത് പാർട്ടിയിലുള്ള വ്യക്തികളായാലും 5 വർഷത്തിലൊരിക്കൽ വാഗ്ദാനങ്ങൾ തരുന്നു. പിറ്റേ വർഷം എന്ത് ചെയ്യുന്നുണ്ട്? അത് പാലിക്കാതെ വരുന്നു. പിന്നെ 5 വർഷം ആവുമ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ വോട്ട് ചെയ്യാൻ പോകും. ഇതാണ് അവിടെ നടക്കുന്നത്. സോ അതിനോട് എനിക്ക് എതിർപ്പായതുകൊണ്ട് ഞാൻ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? വോട്ടിങ്ങിന് ചെയ്യാനായിട്ട് പോയിട്ടില്ല. എനിക്കൊരു വോട്ടിംഗ് ഇലക്ഷൻ ഐഡിയ ഒന്നുമില്ല. ഓക്കെ. അത് ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. ഞാൻ ഈ വോട്ടിംഗ് കണ്ടപ്പോ ഞാൻ ആലോചിച്ചതാ. കാരണം നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്തായിരിക്കണം? നമുക്ക് ആ വോട്ട് എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കും ഉപകാരപ്രദമാകണം ആ വോട്ട്. അത്രയും വിലയുള്ളതാണ് ഒരു മനുഷ്യന്റെ വോട്ടെന്ന് പറയുന്നത്. പലപ്പോഴും അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആളുകൾക്ക്. അതങ്ങോട്ട് ചിലപ്പോ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം. അത് പക്ഷെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ആ, പലപ്പോഴും അവർ പറയുന്ന വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്ന സത്യങ്ങൾ അവർക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇപ്പം ഒരു ജോലിയിൽ തന്നെ നമ്മുടെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ. അവസാനം വരെ വന്നിട്ട് കൈവിട്ട് പോവുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്കൊരു ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി പറ്റണമെങ്കിൽ ഞാൻ എന്താണ് നമ്മൾ പറയും ചിലർ പറയും എന്താണ് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നടക്കും എന്നുള്ള ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പം നമുക്കതിന് താല്പര്യമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പലപ്പോഴും ചില ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? ഒരു ഒരു പരിധി വരെ ഒരു ലിസ്റ്റ് എടുക്കും. ബാക്കിയുള്ളവരെ എടുക്കത്തില്ല. നമ്മൾ ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കും, കിട്ടത്തില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്? എന്തിനാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് വിടുന്നത്? ഇവരൊക്കെ തീരുമാനിക്കാതെ എന്തായാലും അങ്ങനെ വരില്ലല്ലോ. നമുക്ക് ഒരു ജോലി അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട സെക്യൂരിറ്റി എന്ന് പറയുന്നത് ജോലിയാണ്. നമ്മുടെ ജീവിതം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജോലിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളം മോശമാണെന്നല്ല. കേരള സർക്കാരും അങ്ങനെയല്ല. ഒരു കേന്ദ്ര സർക്കാർ ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ഉണ്ട് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ നമ്മളൊരു ഹെൽത്ത് സ്കീം നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിന്റെ ആം, ഒരു ഒരു സായാഹ്ന കാലത്താണ് ഏറ്റവും കൂടുതൽ പൈസയെക്കാളും ആവശ്യം നമുക്ക് നല്ലൊരു ഹെൽത്ത് കാർഡാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമുക്കിപ്പോ നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും വിഷാംശമുണ്ട്. എല്ലാ കാര്യങ്ങളിലും. അപ്പൊ നമ്മള് പണ്ടത്തെ ആളുകൾ ജീവിച്ചിരുന്ന പോലെ അത്രയും ആരോഗ്യപരമായിട്ട് നമ്മൾ ജീവിച്ചിരിക്കില്ല. ചിലപ്പോ ജീവിച്ചിരിക്കാം. ആരോഗ്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. എന്റെ അമ്മ തന്നെ നല്ല പ്രായത്തിൽ അമ്മയ്ക്ക് ഡയബറ്റിക് വന്നതാണ്. 28 വയസ്സായപ്പോ വന്നതാണ് എന്റെ അമ്മയ്ക്ക്. എന്റെ അനിയത്തിയെ ഒരു ഗസ്റ്റ് അതായത് ഈ പ്രഗ്നൻസി പരമായിട്ട് വന്നതാണ്. പിന്നെ അതങ്ങ് കുറഞ്ഞു. പിന്നെയും വന്നു. അങ്ങനെയാണ് ഡയബറ്റിക്സ് ആയത്. പക്ഷെ കൂടുതലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും കൂടെ കൊണ്ടാണ്. ആഹാരത്തിന്റെ ആഹാരം എന്ന് പറയുന്നത് പ്യുവർ അല്ല. അതും കൂടെ കൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരും. അപ്പം ഹെൽത്തിയർ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അതായത് നമുക്ക് ഏറ്റവും പൈസയെക്കാളും വേണ്ടത് നമുക്ക് എന്താണ്? ഹെൽത്ത് സ്കീമാണെന്ന് ഞാൻ പറയും. അപ്പൊ ഹെൽത്ത് സ്കീം വരുമ്പോൾ ഏറ്റവും നല്ലത് നമ്മളെ കേരള സർക്കാരാണോ? അതോ മറ്റ് സർക്കാരാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ത് പറയും? കൂടുതലും കുറച്ചും കൂടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഹെൽത്ത് സ്കീമിന് അല്ലെങ്കിൽ ആ ഹെൽത്ത് കാർഡ് CGHS എന്ന് പറയും. അല്ലെ? ആർമി ആൾക്കാരാണെങ്കിൽ ECHS എന്ന് പറയും. അപ്പൊ CGHS ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ട്. മറ്റുള്ള മറ്റുള്ള സ്കീംസ് ഒക്കെ ഇപ്പൊ ഉണ്ട്. പക്ഷെ അതിനൊക്കെ അത്രയ്ക്കുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മുടെ പ്രായം റിട്ടയർമെന്റ് ഏജ് കേന്ദ്ര സർക്കാർ ജോലിക്കാർക്ക് കൂടുതലാണ്. മറ്റുള്ളവർക്ക് കുറവാണ്. അങ്ങനെയൊക്കെയുള്ള പിന്നെ നമ്മുടെ അതായത് ഇൻക്രിമെന്റ്സ് ഒക്കെ വളരെ കൂടുതലാണ്. അല്ലെ? പ്രൊമോഷൻസും അതുപോലെ തന്നെ സാലറി കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ജോലി എങ്ങനെയെങ്കിലും നിങ്ങൾ വാങ്ങിച്ചെടുക്കാൻ നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ദൂരോട്ടൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഒരു ഫാമിലി ബോണ്ടിങ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും ഒരു PSC നല്ല ജോലി വാങ്ങിച്ചെടുക്കുക. പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
കേന്ദ്ര സർക്കാർ ജോലിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിവേ അത് ഏതായാലും ജോലി തന്നെയാണ്. ഞാൻ ഒരു ജോലിയും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. ഞാൻ അതിന്റെ ഓരോന്നിന്റെ പ്ലസ് ആൻഡ് മൈനസ് ഇപ്പം നമുക്ക് PSC വഴി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ കിടക്കാം, വന്നു പോവാം. അങ്ങനെയൊക്കെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളാണ്, പരിചിതമായിട്ടുള്ള ജോലികളായിരിക്കും. പക്ഷെ മറ്റേത് അങ്ങനെ ആയിരിക്കില്ല. 3 വർഷത്തിലൊരിക്കൽ നമുക്ക് അതായത് നമുക്ക് ട്രാൻസ്ഫർ വരുമ്പോൾ നമ്മൾ പോകുന്നത് നമുക്ക് ഒട്ടും അറിഞ്ഞൂടാത്ത ഭാഷയിലായിരിക്കും. നമുക്ക് ഒട്ടും അറിഞ്ഞൂടാത്ത കൾച്ചറായിരിക്കും. സോ അതൊക്കെ എന്താണ് ഇതിന്റെ ഒരു ഡിമെറിറ്റ്സ് ആണ്. ഓക്കെ. അങ്ങനെ പറയാം. അപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഹു ഇസ് ഓഥർ ഓഫ് ദി ഇംഗ്ലീഷ് നോവൽ ഓട്ടിംഗ് അറ്റ് ഫോസ്റ്റർ ഗഞ്ച് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്, നമ്മുടെ റസ്കിൻ ബോണ്ട് ആണ്. അതൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ. ഓട്ടിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം വേണമെങ്കിൽ ഓട്ടിംഗ് ചെയ്യാനും കൂടെയാണ് അവിടെ ആ ഹില്ലിൽ അവിടെ കയറി പോയതെന്ന് വിചാരിച്ചോളൂ. ഓട്ടിംഗ് അറ്റ് ഫോസ്റ്റർ ഗഞ്ച് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, RK നാരായൺ എഴുതിയ പുസ്തകം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറയും മക്കളെ? RK നാരായൺ എഴുതിയ പുസ്തകം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെ ആൻസർ എനിക്ക് തരുന്നതായിരിക്കും? RK നാരായൺ എഴുതിയത് മാൽഗുഡി ഡേയ്സ് ആരുടേതാണ്? RK നാരായൺ ആണ്. മാൽഗുഡി ഡേയ്സ്. മാൽഗുഡി ഡേയ്സ് എന്ന് പറയുന്നത് ആരുടേതാണ്? നമ്മുടെ RK നാരായണൻ എഴുതിയ പുസ്തകമാണ്. ദ ഡാർക്ക് റൂം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? നമ്മുടെ RK നാരായണനാണ്. അതുപോലെ തന്നെ ദ ഗൈഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് RK നാരായണനാണ്. അതുപോലെ തന്നെ ദ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ദ ഇംഗ്ലീഷ് ടീച്ചർ. ഓക്കെ. ഇംഗ്ലീഷ് ടീച്ചർ എന്നാണ് എഴുതിക്കുന്നത്. ടെൻഡർ എന്നൊക്കെ ആയി പോയിട്ടുണ്ട്. ഓക്കെ. മക്കളെ ഇപ്പോ ഈ 17 വെച്ച് ഞാൻ ഇപ്പൊ നിർത്തുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് ഈ 17 കഴിഞ്ഞിട്ട് അടുത്ത ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇന്നൊരു പാർട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. പാർട്ട് 5 ആയിരിക്കില്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. പാർട്ട് 4ന്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ഇന്ന് വൈകുന്നേരം എയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇത് തന്നെ കുറച്ച് ലെന്തി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ എയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കാണുക. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും എന്താണ് സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ് അല്ലല്ലോ, നമ്മൾ രാവിലെയല്ലേ എയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് പഠിക്കുക. ഉറങ്ങുക എന്ന് പറയുന്ന അവസാനമാണ്. നന്നായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ കേട്ട് പിടിക്കുകയാണ്. നന്നായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. നിങ്ങളുടെ സമയം നിങ്ങളുടേത് മാത്രമാണ്, അല്ലാതെ അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യരുത്. അപ്പം നിങ്ങളുടെ സമയത്തിനെ മെനക്കെടുത്തുന്ന മറ്റ് ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ത്രൂ ആണ് നിങ്ങൾ ഇത് പഠിക്കുന്നതെങ്കിലും അനാവശ്യ സൈറ്റുകളിൽ കയറിയിരുന്ന് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്. റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാൻ സമയമുണ്ട്. എപ്പോ? ജോലിക്ക് കിട്ടിയതിന് ശേഷം. അത് കിട്ടിയതിന് ശേഷം നന്നായിട്ട് ജീവിതം ആസ്വദിക്കുക, ശരിക്കും ട്രാവൽ ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ എക്സ്പോസ് ചെയ്യുക. ഓക്കെ. ആദ്യം ഒരു ജോലി കിട്ടുക, ചെറുതെങ്കിൽ ചെറുത്, വലുതെങ്കിൽ വലുത്. ഏതെങ്കിലും ഒരു ജോലി കിട്ടുക, അന്തസ്സായിട്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് 10 പൈസയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടു കൊടുക്കുക. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ. താങ്ക് യു. ബൈ.